ഹലോ ഗായ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് എന്ന് ഞാൻ പറയണില്ലടാ. എല്ലാവരും പാടാ, നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാടാ. ഇതിൽ ആർക്കൊക്കെയാടാ സ്വാഗതം? പാർട്ട് 1 കണ്ടവരാണ് എന്തിലേക്ക് സ്വാഗതടാ? പാർട്ട് 2ലേക്ക് സ്വാഗതം. കാരണം എന്ന് പറഞ്ഞാൽ പാർട്ട് 1 ആണ് ക്രിസ്റ്റൽ ക്ലിയർ ബേസിക്സ്. അത് നിങ്ങൾ കംപ്ലീറ്റ്ലി മനസ്സിലാക്കി കഴിഞ്ഞാൽ പാർട്ട് 2 എങ്ങനെ പോകും? വളരെ സ്മൂത്തായിട്ട് പോടാ, വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാം. സോ നമുക്ക് എന്താക്കാം, ചാപ്റ്ററിലേക്ക് പോവാം. അതിനു മുമ്പ് ഞാൻ 1-2 കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് എന്താക്കുന്നുണ്ട്, 1 മിനിറ്റ് 2 മിനിറ്റ് വീഡിയോ ആയിട്ട് ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ ഷോർട്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ക്ലാസ്സൊക്കെ കയറുന്നതിന് മുമ്പ്, എക്സാം ഹാളിലൊക്കെ കാണുന്നതിന് മുമ്പ് നമുക്ക് സുഹൃത്തുക്കൾ 1 മിനിറ്റ് 2 മിനിറ്റോട് ചില കൺസെപ്റ്റും ചില ന്യൂമറിക്കൽസ് ഒക്കെ പറഞ്ഞു തരത്തില്ലേ? അതേപോലെ ഞാൻ എന്താക്കുന്നുണ്ട്, ചില കൺസെപ്റ്റും ന്യൂമറിക്കൽസ് ഒക്കെ 1 മിനിറ്റ് 2 മിനിറ്റ് ഒരു ഫ്രണ്ട് പറയുന്ന രീതിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ വിചാരിക്കണു, ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ അറിയാം. ഐ എം വെരി ഹാപ്പി. സോ നിങ്ങൾക്ക് ഏത് ടോപ്പിക്ക് വേണം, ഏത് ന്യൂമറിക്കൽസ് ഒക്കെ വേണം എന്ന് നിങ്ങൾ എന്താക്കുക, കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അത് എടുത്ത് തരുന്നതായിരിക്കും. സോ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ഇടുക. എന്താക്കുക, നമുക്ക് വീഡിയോയിലേക്ക് പോയിക്കൂടെ? നിങ്ങൾ എന്താക്കുക, 1.5 2 എങ്ങനെയെങ്കിലും ഇട്ട് ഇത് കേൾക്കുക. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സമയം ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. എന്താക്കുക, നമുക്ക് ചാപ്റ്ററിലേക്ക് പോയിക്കൂടാ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്താ? ഒന്നുമില്ല, തെർമൽ എക്സ്പാൻഷൻ. നമ്മൾ അതിൻ്റെ തിയറി പഠിക്കും, അതിൻ്റെ കൺസെപ്റ്റ് പഠിക്കും, അതിൻ്റെ അപ്ലിക്കേഷൻസ് പഠിക്കും. ഇതിൽ 2-3 ഡെറിവേഷൻസ് വരുന്നുണ്ട്, അതും കൂടി നമ്മൾ ഇന്ന് പഠിക്കും. അത് മാത്രം എന്താ പാർട്ട് 2. ബട്ട് എന്താണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ബട്ട് ഞാൻ എന്താകും, വളരെ എളുപ്പത്തിൽ, വളരെ ഈസിയായി നിങ്ങൾക്ക് എന്താകും, എക്സാമിന് ഓർമ്മ വരുന്ന രീതിക്ക് ഞാൻ പറയാനുണ്ട്. അതിൽ നിങ്ങൾക്ക് എന്നെ ട്രസ്റ്റ് ചെയ്യാം. സോ നമുക്ക് എന്താക്കുക, വീഡിയോയിലേക്ക് പോയിക്കൂടെ? തെർമൽ എക്സ്പാൻഷനിലേക്ക് പോയിക്കൂടെ? തെർമൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താടാ? ഒന്നുമില്ല, നമ്മളൊരു വസ്തുവിന് എന്ത് കൊടുക്കണു? ഹീറ്റ് കൊടുക്കണു. ഞാൻ ഫസ്റ്റ് പാർട്ട് പറഞ്ഞ പോലെ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കൂ? ആ വസ്തുവിൻ്റെ എന്ത് കൂടും? ടെമ്പറേച്ചർ കൂടും. യെസ്, വെരി ഗുഡ്, സിമ്പിൾ. ഈ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ വസ്തു എക്സ്പാൻഡ് ചെയ്യും. ഇത്ര മാത്രമുള്ളൂടെ എന്ത് തെർമൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ, ഒരു വസ്തുവിന് ഹീറ്റ് കൊടുക്കണു, ടെമ്പറേച്ചർ കൂടണു, അതുകൊണ്ട് എന്താണു? അത് എക്സ്പാൻഡ് ചെയ്യണു. അത് എന്തുകൊണ്ടാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്? അതാണ് നമ്മളെ അടുത്തേക്ക് പോകുക. നിങ്ങൾ എന്താക്കടാ, സോളിഡ്സിൻ്റെ അകത്തുള്ള 2 മോളിക്കൂൾ കൺസിഡർ ചെയ്യുക. ഈ സോളിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മെറ്റൽ റോഡ് കൺസിഡർ ചെയ്താൽ മതി. മെറ്റൽ റോഡിൻ്റെ അകത്തുള്ള 2 മോളിക്കൂളിൻ്റെ ഇടയിൽ എന്തുണ്ടടാ? യെസ്, വെരി ഗുഡ്. അതിൻ്റെ ഇടയിൽ ഒരു ഇന്റർ മോളിക്യൂലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണല്ലോ മോളിക്യൂൾസ് അങ്ങനെ തന്നെ അവിടെ നിൽക്കുന്നത്. അതുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന് ഹീറ്റ് കൊടുക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞു, പാർട്ട് 1 പറഞ്ഞു. ഇതുകൊണ്ടാണ് ഞാൻ പാർട്ട് 1 കാണണമെന്ന് പറഞ്ഞത്. ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്ത് കൂടും? അതിൻ്റെ ടെമ്പറേച്ചർ കൂടും. എങ്ങനെയായിരുന്നു ടെമ്പറേച്ചർ കൂടുന്നത്? അതിതാ ഇങ്ങനെയുള്ള സാധനം ഹീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്താവും? എന്ന് പറഞ്ഞ് വൈബ്രേറ്റ് ചെയ്യും. സോ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് അതിനെ അപ്പുറത്തേക്ക് എനർജി കൊടുക്കും, അതിനേക്ക് എനർജി കൊടുക്കും. അങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതെന്താവിടാ? ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ മെറ്റൽ റോഡ് എന്താവിടാ? എക്സ്പാൻഡ് ആവും. ഇത്രയേ ഉള്ളൂടാ എന്ത് ഈ തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഇതാണ് ഫിസിക്സിന്റെ ബ്യൂട്ടി. നമുക്കൊരു കൺസെപ്റ്റ് അറിയാമെങ്കിൽ അത് എവിടെയും അപ്ലിക്കബിൾ ആണ്. അങ്ങനെ എന്താവും? അത് വൈബ്രേറ്റ് ചെയ്യും, അത് എക്സ്പാൻഡ് ചെയ്യും. ഇത്ര മാത്രമേ ഉള്ളൂ എന്ത് തെർമൽ എക്സ്പാൻഷൻ. ഇനി 3 ടൈപ്പ് തെർമൽ എക്സ്പാൻഷൻ ഉണ്ട്: ലീനിയർ, ഏരിയ ആൻഡ് വോളിയം. നമുക്ക് അതിലേക്ക് പോയിക്കൂടെ? ഇത് മനസ്സിലായില്ലേ? സിമ്പിൾ അല്ലേ? നോട്ട് ചെയ്തോളൂ. നമുക്ക് അടുത്തേക്ക് പോവാം. ലെറ്റ്സ് ഗോ. നമുക്കിനി ലീനിയർ എക്സ്പാൻഷനിലേക്ക് പോയിക്കൂടാ. ഇത് വളരെ സിമ്പിൾ ടോപ്പിക്കാണ്. ഇത് കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാലില്ലേ, നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കാൻ തന്നെ നിങ്ങൾ എഫേർട്ട് ഇട്ടത്. ഇത് കേട്ടാൽ മാത്രം മതി നിങ്ങൾക്ക് എക്സാമിന് ഓർമ്മ ഉണ്ടാവും. നമുക്ക് അതിലേക്ക് പോയിക്കൂടാ. എന്താണ് ലീനിയർ എക്സ്പാൻഷൻ? നമ്മളെ കയ്യിൽ ഒരു ലെങ്ത് ഉള്ള ഒരു തിൻ റോഡ് ഉണ്ട് എന്ന് വിചാരിക്കും, മെറ്റൽ റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വിടുത്തേ ഇല്ല, ലെങ്ത് മാത്രമേ ഉള്ളൂ. ഒരു 1 ഡയമെൻഷൻ ആണെന്ന് കൺസിഡർ ചെയ്യുക. വിടുത്തേ ഇല്ല എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ വിടുത്ത്, അത്രയേ ഉള്ളൂ. അപ്പോൾ ലെങ്ത്തുള്ള നമ്മളെ കയ്യിൽ എന്തുണ്ട്? ഒരു മെറ്റൽ റോഡ് ഉണ്ട്. അതിൻ്റെ ടെമ്പറേച്ചർ എന്താണ്? T ആണ്. ഈ മെറ്റൽ റോഡിന് നമ്മൾ എന്താക്കണേ? ഒരു ഡെൽറ്റ T എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ, അതിനാണ് നമ്മൾ ഡെൽറ്റ വെച്ച് സൂചിപ്പിക്കുക, വളരെ ചെറിയ ടെമ്പറേച്ചർ കൊടുക്കണേ. അപ്പോൾ എന്താവും? അതിൻ്റെ ടെമ്പറേച്ചർ T+Δt ആവും. ഓക്കെ അല്ലേ? അതിന് ചെറിയ ടെമ്പറേച്ചർ കൂടിയില്ലേ? ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ വൈബ്രേഷൻസ് കൂടുന്നു, അത് എക്സ്പാൻഡ് ചെയ്യുന്നു. ഈ എക്സ്പാൻഡ് ചെയ്യുന്ന ലെങ്ത്ത്, ഈ എക്സ്പാൻഡ് ചെയ്ത ലെങ്ത്ത് അത് Δl ആയിട്ടാണ് നമ്മൾ എടുക്കുക. എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ എക്സ്പാൻഡ് ചെയ്ത ലെങ്ത്ത്. അപ്പം ടോട്ടൽ ലെങ്ത്ത് എന്താവും? L+Δl എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടി ഈ Δl ഡിസ്റ്റൻസ് കൂടി അത് എക്സ്പാൻഡ് ചെയ്ത്. ഇത്ര മാത്രം എന്തുള്ള ലീനിയർ എക്സ്പാൻഷൻ. അതിൻ്റെ തിയറി നോക്കിക്കൂടെ? ഇൻക്രീസിങ് ലെങ്ത് ഓഫ് എ ബോഡി ഡ്യൂ ടു ഇൻക്രീസിങ് ടെമ്പറേച്ചർ. ഇത്ര മാത്രമേ എന്തുള്ളൂ? ലീനിയർ എക്സ്പാൻഷൻ ഉള്ളൂ. സിമ്പിൾ അല്ലേ? നമുക്ക് അടുത്തേക്ക് പോയിക്കൂടെ? ഒന്നുമില്ലടാ. നമ്മൾ ഇൻക്രീസിങ് ടെമ്പറേച്ചർ എന്താ? Δl. ഈ ഇൻക്രീസിങ് ടെമ്പറേച്ചർ Δl അല്ലേ? അത് എന്തിനൊക്കെ പ്രപ്പോർഷണലാ?
ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാം. നമ്മളെ കയ്യിൽ 2 മീറ്ററുള്ള മെറ്റൽ റോഡ് ഉണ്ട്. 1 മീറ്ററിലെ മെറ്റൽ റോഡ് ഉണ്ട്. ഞാൻ ഇതിന് 10 ഡിഗ്രി കൊടുക്കുന്നു, ഞാൻ ഇതിന് 30 ഡിഗ്രി കൊടുക്കുന്നു. ഏതായിരിക്കും ഇവിടെ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുക? ഈ രണ്ടാമത്തതല്ലേ. കാരണം എന്താ, അതിന് ഞാൻ 30 ഡിഗ്രിയാണ് കൊടുത്തത്. സോ അതെന്താക്കും, കൂടുതൽ ടെമ്പറേച്ചർ കിട്ടി. സോ കൂടുതൽ വൈബ്രേറ്റ് ചെയ്ത്, അതുകൊണ്ട് കൂടുതൽ എക്സ്പാൻഡ് ചെയ്ത്. സോ ഈ എക്സ്പാൻഷൻ, ഈ എത്രയാണോ അതിൻ്റെ ഇൻക്രീസ് ഇൻ ലെങ്ത്, അത് നമ്മൾ കൊടുക്കുന്ന എത്ര ടെമ്പറേച്ചർ ഡിഫറൻസ് ആണോ നമ്മൾ കൊടുക്കുന്നത് അതിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ലേ? ഓക്കെ, അപ്പോൾ അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ല. കൂടുതൽ ടെമ്പറേച്ചർ കൊടുത്താൽ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യും. ഈ രണ്ടാമത്തെ കേസ്, ഈ ഡെൽറ്റ എൽ പ്രൊപ്പോർഷണൽ ആണ്. രണ്ടാമത്തെ കേസ് ശ്രദ്ധിക്കുക, പ്രൊപ്പോർഷണൽ ടു. നമ്മളെ കയ്യിൽ 1 മീറ്റർ ലെങ്ത് ഉള്ള റോഡ് ഉണ്ട്, 10 മീറ്റർ ലെങ്ത് ഉള്ള റോഡ് ഉണ്ട്. ഞാൻ ഇതിന് ടെമ്പറേച്ചർ കൊടുക്കുന്നത്, ഏതായിരിക്കും കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുക? 10 മീറ്റർ ഉള്ളതല്ലേ. സോ നമ്മൾ കൊടുക്കുന്ന ആദ്യത്തെ ഒറിജിനൽ ലെങ്ത്തിനെയും കൂടിയും അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം 10 മീറ്റർ ലെങ്ത് ഉള്ളതാണ് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുക. സോ നമുക്ക് ഇതിന് രണ്ടിനെ ഒരുമിച്ച് എഴുതി കൂടെ, ഡെൽറ്റ എൽ ഇൻക്രീസിങ് ലെങ്ത് പ്രപ്പോർഷണൽ ടു അതിൻ്റെ ഒറിജിനൽ ലെങ്ത് ഇൻറ്റു ഇൻക്രീസിങ് ടെമ്പറേച്ചർ. പക്ക അല്ലേ? ഞാൻ നിങ്ങളോട് ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞു, ഈ പ്രപ്പോർഷണാലിറ്റി മാറ്റണമെങ്കിൽ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതണമെങ്കിൽ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കോൺസ്റ്റന്റ് ഇൻറ്റു എൽ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് നമ്മൾ എഴുതണം. ഈ കോൺസ്റ്റന്റ് ആണ് എന്തടാ? ഈ കോൺസ്റ്റന്റ് ആണ് ആൽഫ. ഇത് ആൽഫയാട്ടോ, ഇത് ഒരിക്കലും പ്രപ്പോർഷണാലിറ്റി അല്ല, ഇത് ആൽഫയാണ്. ഈ ആൽഫേനെ പറയുന്ന പേരാണ് എന്തടാ? കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. നമുക്കിതിനെ എങ്ങനെ മാറ്റി എഴുതാം? ആൽഫ ഈസ് ഈക്വൽ ടു, ഈ ഇൻറ്റു ഇവിടെ വരുമ്പോൾ താഴേക്ക് വരുമ്പോൾ ഡിവൈഡഡ് ബൈ ആവും. ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് ഇൻറ്റു ഇൻക്രീസിങ് ചേഞ്ച് ഇൻ എന്ത് ടെമ്പറേച്ചർ. ഇതാണ് ആൽഫ എന്ന് പറയുന്നത്. ഇതാണ് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. ഇത് ഒരു കോൺസ്റ്റന്റ് കൂടിയാണ്. നമുക്ക് എന്താക്കാം, ഇതിൻ്റെ ഒരു ഫിസിക്കൽ മീനിങ്ങിലേക്ക് പോവാം. ഒന്നുമില്ലടാ, നമ്മളെ കയ്യിൽ 1 മീറ്റർ ലെങ്ത് ഉള്ള എന്തുണ്ട്? മെറ്റൽ റോഡ് ഉണ്ട്. അതിന് നമ്മൾ 1 ഡിഗ്രി സെൽഷ്യസ് എന്താക്കണം? 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡെൽറ്റ ടി എന്താ? 1 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ആൽഫ എന്താ വരിക? ആൽഫ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ എത്രയാ? 1 ആൻഡ് ടി എത്രയാ? ഡെൽറ്റ ടി എത്രയാ? 1 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ആൽഫ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൽ എന്ന് കിട്ടും. ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീറ്റർ മെറ്റൽ റോഡുള്ള എന്ന് വെച്ചാൽ 1 യൂണിറ്റ് ലെങ്ത് ഉള്ള മെറ്റൽ റോഡിനെ 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടുമ്പോൾ അവിടെ ഉണ്ടാവുന്ന എന്ത് ഇൻക്രീസിങ് ലെങ്ത് ആണ് എന്ത്? കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. അതൊരു കോൺസ്റ്റന്റ് കൂടിയാണ്. ഒന്നും മനസ്സിലായില്ല? ഇതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും? ഇറ്റ് ഈസ് ദ ഇൻക്രീസിങ് ലെങ്ത് പെർ യൂണിറ്റ് ലെങ്ത് ആൻഡ് റൈസ് ഇൻ ടെമ്പറേച്ചർ. ഇതാണ് എന്ത്? അതിൻ്റെ ഡെഫിനിഷൻ. നിങ്ങളോട് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ്റെ ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇൻക്രീസ് ഇൻ ലെങ്ത് ടു ദ പെർ യൂണിറ്റ് എന്താ? യൂണിറ്റ് ലെങ്ത് അല്ലേ? 1 മീറ്റർ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ലെങ്ത് അല്ലേ? എൽ ടു ദ എന്താ? റേസ് ഇൻ ടെമ്പറേച്ചർ. എത്ര ഡിഗ്രി ആണോ റേസ് ചെയ്ത എന്നാൽ റേസ് ഇൻ യൂണിറ്റ് ടെമ്പറേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഡിഗ്രി കൂട്ടാനുള്ള ടെമ്പറേച്ചർ ആണ് എന്ത്? യൂണിറ്റ് ടെമ്പറേച്ചർ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനിയിപ്പോൾ ഒന്നുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആൽഫ ഓഫ് സ്റ്റീൽ ഈസ് ഈക്വൽ ടു എന്താ? 1.2 ഇൻറ്റു 10⁵ കെൽവിൻ ഇൻവേഴ്സ്. അതാണ് അതിൻ്റെ യൂണിറ്റ്. കെൽവിൻ ഇൻവേഴ്സ് ആണ് യൂണിറ്റ്. ഇതിൻ്റെ അർത്ഥം എന്താ അറിയോ? 1 മീറ്റർ ലെങ്ത് ഉള്ള സ്റ്റീൽ റോഡ് എന്താക്കി? 1 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ 1 കെൽവിൻ നമ്മൾ എന്താക്കി? അത് കൂട്ടിക്കഴിഞ്ഞാൽ അത് എത്രയാവും? 1.2 ഇൻറ്റു 10⁻⁻5 കൂടി എന്താവും? ആ ലെങ്ത് അതിന് കൂടും. ഇപ്പം ആൽഫ ഓഫ് എന്താ പറയുക? വേറെ ഏതോ ആൽഫ ഓഫ് സംതിങ് ഈസ് ഈക്വൽ ടു 1.8 ഇൻറ്റു 10⁻⁻5 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കയ്യിലുള്ള ആ മെറ്റീരിയൽ 1 മീറ്റർ ഉള്ള മെറ്റീരിയൽ എന്താക്കും? 1 ഡിഗ്രി സെൽഷ്യസ് കൂടിക്കഴിഞ്ഞാൽ അതിന് ഇത്രയും കൂടി ലെങ്ത് കൂടും. ഇത്ര മാത്രമേ ഉള്ളൂ ആൽഫ ഈസ് ഈക്വൽ ടു. അല്ല ആൽഫ കൊണ്ട് മീൻ ചെയ്യുന്നത്. സോ അതെന്താ? ഇൻക്രീസിങ് ലെങ്ത് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ അത് ഇൻക്രീസിങ് ലെങ്ത് ആണ് ഡെൽറ്റ എൽ. പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചേഞ്ച് ആൻഡ് യൂണിറ്റ് റൈസിങ് ടെമ്പറേച്ചർ. ഇത്ര മാത്രമേ ഉള്ളൂ എന്താ? ലീനിയർ എക്സ്പാൻഷൻ. നമുക്കിനി ഏരിയൽ എക്സ്പാൻഷനിലേക്ക് പോയി കൂടെ? ഏരിയ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഇത് കമ്പയർ ചെയ്ത് മാത്രം പഠിച്ചാൽ മതി. നിങ്ങളൊന്നുമില്ല, സിമ്പിളാണ്.
എന്താ ഏരിയ എക്സ്പാൻഷൻ? ഒന്നുമില്ല. നമ്മളെ കയ്യിൽ എന്തുണ്ട്, ഒരു ഏരിയ ഉള്ള ഒരു ഷീറ്റ് ഉണ്ടെന്ന് വെച്ചോ. അതെന്താക്കണ്, നമ്മൾ ചൂടാക്കി കഴിയുമ്പോൾ അതെന്താവും, ആ ഷീറ്റും എക്സ്പാൻഡ് ചെയ്യൂലേ, ഈ സൈഡും എക്സ്പാൻഡ് ചെയ്യും, ഈ സൈഡും എക്സ്പാൻഡ് ചെയ്യും. സോ അതിൻ്റെ ഒരു ഡെൽറ്റ എ എന്ത് കൂടി, ഏരിയ കൂടി. അപ്പോൾ അതെന്താ, ഇത് കമ്പയർ ചെയ്ത് നോക്ക്, ഒന്നുമില്ല. ഇൻക്രീസിങ് ഏരിയ ഓഫ് എ ബോഡി ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. എന്താ ലീനിയർ എക്സ്പാൻഷൻ പറഞ്ഞ, ഇൻക്രീസ് ഇൻ ലെങ്ത് ഓഫ് എ ബോഡി ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഈ ലെങ്ത് മാറ്റി ഏരിയ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഏരിയ എക്സ്പാൻഷൻ ആയി. സിമ്പിൾ അല്ലേ, കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി, സിമ്പിളാണ്, ഒന്നും പേടിക്കണ്ട. ഇനി അടുത്തതിലേക്ക് പോവാം. ആൻഡ് നമ്മൾ എന്താക്കുക, ഈ ഏരിയ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഈ ചേഞ്ച് ഇൻ ഏരിയ ഡെൽറ്റ എ ഡിപ്പെൻഡ്സ് അപ്പോൺ എന്ത്, ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒറിജിനൽ ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ആൻഡ് അതിൻ്റെ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാരണം ഏരിയ കൂടുതലുള്ള സാധനത്തിന് കുറച്ച് ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ അത് വലുതാവും. ആൻഡ് എന്താ പറയുക, ടെമ്പറേച്ചർ കൂടുതൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എന്താ പറയുക, അത് വലുതാവുന്നതും കൂടും. സോ അത് രണ്ടിനും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങളോട് എന്ത് പറഞ്ഞു, ഡെൽറ്റ എ പ്രപ്പോർഷണൽ ടു മാറ്റണമെങ്കിൽ എന്താവും, കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ കോൺസ്റ്റന്റ് ആണ് എന്ത് ഇവിടെ വരുന്നത്, ബീറ്റ. ഈ മൾട്ടിപ്ലൈ ചെയ്യുന്ന കോൺസ്റ്റന്റ് ആണ് ബീറ്റ ആൻഡ് ഡെൽറ്റ എ. ഈ ബീറ്റയാണ് എന്ത് പറയുന്നത്, കോഎഫിഷ്യന്റ് ഓഫ് എന്ത്, ഏരിയ എക്സ്പാൻഷൻ. മനസ്സിലായോ, സിമ്പിളാ. ഈ ബീറ്റയാണ് എന്ത്, കോഎഫിഷ്യന്റ് ഓഫ് ഈ എന്ത്, ഏരിയ എക്സ്പാൻഷൻ. സോ ബീറ്റയുടെ ഇക്വേഷൻ എന്ത് വരും, ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറയും. ഇതൊന്നുമില്ല, ഇത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ അല്ലേ. ഇവിടെ ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു ഡെൽറ്റ ടി. ഇതിൻ്റെ ഡെഫിനേഷൻ നോക്കാൻ എന്താ, അതിലും എളുപ്പമല്ലേ. ഒന്നുമില്ല, ഇൻക്രീസ് ഇൻ ഏരിയ പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് റൈസ് ഇൻ ടെമ്പറേച്ചർ. സിമ്പിൾ. ഇത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഇത് കമ്പയർ ചെയ്ത് പഠിച്ചാൽ പോരെ. ഒന്നുമില്ല, ഇൻക്രീസിങ് ലെങ്ത്തിന് പകരം ഇൻക്രീസിങ് ഏരിയ ആയി, പെർ യൂണിറ്റ് അത് സെയിം തന്നെ. ഇനിയിപ്പോൾ വോളിയം എക്സ്പാൻഷൻ നോക്കിക്കൂടെ, ഒന്നുമില്ല. ഇവിടെ വോളിയം എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഒക്കെ എന്താവും, ടെമ്പറേച്ചർ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും, ഇവിടെ ടി എന്നുള്ള ടെമ്പറേച്ചറാണ്, ഇവിടെ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ടി പ്ലസ് ഡെൽറ്റ ടി ടെമ്പറേച്ചർ കിട്ടി കഴിഞ്ഞാൽ അത് എക്സ്പാൻഡ് ചെയ്യും. സിമ്പിളാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഇൻക്രീസിങ് വോളിയം ഓഫ് എ ബോഡി ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. സിമ്പിൾ, കമ്പയർ ചെയ്ത് പഠിച്ചപ്പോൾ മനസ്സിലായി. സോ ഈ വോളിയം, ഇൻക്രീസിങ് വോളിയം എന്തിനൊക്കെ പ്രപ്പോർഷണൽ ആയിരിക്കും, അതിൻ്റെ ഒറിജിനൽ വോളിയത്തിനും അതിൻ്റെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിനും പ്രപ്പോർഷണൽ ആയിരിക്കും. ഈ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം, കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് എന്ത്, ഗാമ വി ഡെൽറ്റ ടി എന്ന് കിട്ടും. ഈ ഗാമയാണ് എന്താ, കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ. സിമ്പിൾ. ഫസ്റ്റ് പഠിച്ചത് കഴിഞ്ഞാൽ ഇത് സിമ്പിൾ. സോ ഗാമ ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി ബൈ വി ഇൻറ്റു ഡെൽറ്റ ടി. ജില്ലയല്ലേ കിടക്കണ ജില്ല. സിമ്പിൾ അല്ലേ, ഇതൊന്ന് പഠിച്ചു കഴിഞ്ഞില്ലേ. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇൻക്രീസിങ് വോളിയം, അതാണ് ഡെൽറ്റ വി. ഇൻക്രീസിങ് വോളിയം, ഗാമ ഈസ് ഈക്വൽ ടു ഇൻക്രീസിങ് വോളിയം പെർ യൂണിറ്റ് വോളിയം ആൻഡ് യൂണിറ്റ് വോളിയം പെർ യൂണിറ്റ് റൈസിങ് ടെമ്പറേച്ചർ. ഇത്ര മാത്രമേ ഉള്ളൂടാ എന്ത്, ലീനിയർ എക്സ്പാൻഷൻ, ഏരിയ എക്സ്പാൻഷൻ, വോളിയം എക്സ്പാൻഷൻ. സിമ്പിൾ അല്ലേ, പഠിച്ചില്ലേ, മനസ്സിലായില്ലേ, തിയറി ബൈ ഹാർട്ട് പഠിക്കേണ്ട വന്നോ, അത്രേ ഉള്ളൂ. ഞാൻ പിന്നെ ഇവിടെ പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡിങ് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ഇനി ഇതിലൊന്നുമില്ല, നമുക്ക് എന്താക്കാം, ഇനി കുറച്ച് ഡെറിവേഷൻസ് ആണ് വരുന്നത്, അതിലേക്ക് പോയി കൂടെ. ലെറ്റ്സ് ഗോ. എടാ കറണ്ട് പോയടാ, എന്തെങ്കിലും ക്വാളിറ്റിയിൽ ഡ്രോപ്പ് ഉണ്ടെങ്കിൽ ഇൻഡോട് ഒന്ന് ക്ഷമിക്കുക, ഒക്കെ സെറ്റ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് എന്താക്കാം, ഡെറിവേഷനിലേക്ക് പോവാം. ഡെറിവേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ യൂസ് ചെയ്ത 2-3 ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഡെറിവേഷൻസ് ഒരിക്കലും നിങ്ങൾ എന്താക്കരുത്, ബൈ ഹാർട്ട് പഠിക്കരുത്. അതെന്താക്കാം, എഴുതി തന്നെ പഠിക്കുക. അതിന് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്താക്കും, ഒരു 1 kg ന്യൂസ് പ്രിൻറ്റിങ് മേടിക്കും. അതെന്താക്കും, ഓരോ ന്യൂസ് പ്രിൻറ്റ് 2ആക്കി മടക്കിയതിന് ശേഷം അതിൽ ഓരോന്നിലും ഞാനിങ്ങനെ എഴുതി തന്നെ പഠിക്കും. സോ നമുക്ക് എന്താക്കാം, നമ്മളെ പൈസ അധികം സ്പെൻഡ് ആവണമില്ല ആൻഡ് എന്താക്കുക, നമുക്ക് എഴുതി പഠിക്കാൻ ഒരുപാട് സ്പേസും ഉണ്ടാവും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. സോ എഴുതി തന്നെ പഠിക്കുക. നമ്മൾ എക്സാമിനൊക്കെ എഴുതുകയല്ല വേണ്ടത്, വെറുതെ പഠിച്ചിട്ട് കാര്യമല്ല, ഇത് എക്സാമിന് പോയി എഴുതണ്ടേ. എഴുതി പഠിച്ചാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പകുതിയിൽ നിന്ന് വെച്ച് സ്റ്റെക്കാവത്തില്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരിക്കലും ഈ ഡെറിവേഷൻസ് ബൈ ഹാർട്ട് പഠിക്കരുത്. നമ്മളെ ബ്രെയിന് എക്സ്ട്രാ പണിയുമാണ്. ആൻഡ് ഇത് എവിടെയെങ്കിലും വെച്ച് ഒരു സ്റ്റെപ്പ് നമ്മളോട് വിട്ടു പോയാൽ, മറന്നു പോയി കഴിഞ്ഞാൽ അതിന് താഴത്ത് നമുക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല. സോ എങ്ങനെ പഠിക്കണം ഡെറിവേഷൻസ്, മനസ്സിലാക്കി പഠിക്കണം. നമ്മളെന്താക്കുക, മനസ്സിലാക്കി പഠിക്കാതെ, ഞാൻ അതുപോലെ പറഞ്ഞുതരാം. മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബൈ ഹാർട്ട് പഠിക്കുന്നതിൻ്റെ 100 എഫേർട്ട് എമൗണ്ട് മനസ്സിലാക്കി പഠിക്കുക. നിങ്ങൾ വിചാരിക്കും അത് ഭയങ്കര എഫേർട്ടാണ്. ബട്ട് നമുക്ക് എന്താക്കാം, മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഒരു റീകോളിൻ്റെ ആവശ്യമുള്ളൂ. ഒന്ന് റീകോൾ ചെയ്ത് കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞ് അതൊന്നുകൂടി
മറിച്ചിട്ട് നോക്കി ആ മനസ്സിലാക്കി പഠിച്ചതിൻ്റെ ഒരു ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് ഈസി ആയിട്ട് വരും. സോ നിങ്ങൾ ഒന്നും പേടിക്കേണ്ട. നമ്മൾ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഡെറിവേഷൻ എഴുതി കഴിയുമ്പോൾ അതിൻ്റെ എന്ത് ചെയ്യുക, ഫിഗർ ഈ സൈഡിൽ വലതുവശത്ത് നല്ല വൃത്തിക്ക് വരക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഫിഗറിനെ പറ്റി ഇവിടെ നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഡിറൈവ് ചെയ്യാണല്ലോ ചെയ്യേണ്ടത്. അത് ഇക്വേഷൻ ഒരേ ലൈനിൽ തന്നെ ഇങ്ങനെ വൃത്തിക്ക് എഴുതിയതിന് ശേഷം അവസാനം നമുക്ക് റിസൾട്ട് കിട്ടുമല്ലോ, അത് നല്ല കള്ളിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ പരീക്ഷ പേപ്പറിൽ ഈ പാറ്റേൺ നിങ്ങൾ എല്ലാ ഡെറിവേഷനിലും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സാം പേപ്പർ നമ്മളൊരു ഇൻവിജിലേറ്റർ നോക്കുമല്ലോ, ആ നോക്കുന്ന പേപ്പറിൽ അയാൾ ഫസ്റ്റ് തന്നെ എന്താ അവിടെ ഇംപ്രസ്ഡ് ആവും. കാരണം നമ്മൾ വൃത്തിക്കെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം എന്താ ആ മാർക്ക് ഒഴുകി പോലും. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. നമുക്കിനി എന്താക്കാം, ഡെറിവേഷനിലേക്ക് പോയിക്കൂടാ. നമ്മൾ ഡെറിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ എക്സ്പാൻഷൻ ആൻഡ് ഏരിയൽ എക്സ്പാൻഷൻ. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് തന്നെ കൺസിഡർ എ സ്ക്വയർ ഷീറ്റ് ഓഫ് നിങ്ങൾ എൻ്റെ കൂടെ തന്നെ എഴുതാ, സ്ക്വയർ ഷീറ്റ് ഓഫ് ലെങ്ത് അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് സൈഡ് കൊടുക്കാം. സൈഡ് L expand by delta L in all direction by increase its temperature. എന്താന്ന് മനസ്സിലായില്ല? ഒന്നുമില്ല. കൺസിഡർ എ സ്ക്വയർ ഷീറ്റ് ഓഫ് സൈഡ് L എക്സ്പാൻഡഡ് ബൈ ഡെൽറ്റ എൽ. അതിന്റെ സൈഡ് ഓരോ സൈഡും ഇൻ ഓൾ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ സൈഡും ഡെൽറ്റ എൽ വെച്ച് ഇൻക്രീസ് ചെയ്യുക. എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യുക, ടെമ്പറേച്ചർ കൊടുത്തിട്ടല്ലേ, അത്രേ ഉള്ളൂ. ഇത് എന്ത് ചെയ്തു, ഇതിന്റെ സ്ക്വയർ ഷീറ്റ് ആയതുകൊണ്ട് ഇതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എൽ, അതിന്റെ ഏരിയ എ ആന്ന് വെച്ചോ. സോ അതെന്ത് ചെയ്തു, ഡെൽറ്റ എൽ വെച്ച് ഓൾ ഡയറക്ഷനിൽ എന്ന് വെച്ചാൽ എൽ പ്ലസ് ഡെൽറ്റ എൽ ഓൾ ഡയറക്ഷനിൽ കൂട്ടി. അപ്പൊ എന്ത് ചെയ്യും, ഇതിന്റെ ഏരിയ എ പ്ലസ് ഡെൽറ്റ എ ആവും. നിങ്ങൾക്ക് സിമ്പിൾ അല്ലേ? ഇനിയാണ് ഞാൻ പറയുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ആദ്യം മനസ്സിലാക്കാൻ മറ്റേതിനേക്കാൾ കുറച്ച് സമയം എടുത്തെന്ന് വരും. ബട്ട് നിങ്ങൾക്ക് എല്ലാ കാലവും അത് ഓർമ്മ ഉണ്ടാവും, എക്സാം പേപ്പറിനൊക്കെ ഓർമ്മ ഉണ്ടാവും. നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇതുവാ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്തായാലും എന്ത് ചെയ്യണം, ഇത് രണ്ടും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആദ്യം തന്നെ എഴുതണം. അത് മനസ്സിലാക്കുക. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ചേഞ്ച് ഇൻ ലെങ്ത് എന്തിന് പ്രപ്പോർഷണലാ, അതിന്റെ ഒറിജിനൽ ലെങ്ത്തിനും ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിനും നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ പ്രപ്പോർഷണാലിറ്റി മാറ്റാനുള്ള ഒരു കോൺസ്റ്റന്റ് ആയിരുന്നു എന്ത്, ആൽഫ. ഇതെന്തായിരുന്നു, കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. ഇത് ഓക്കെ അല്ലേ? അടുത്ത രണ്ടാമത്തെ എന്തായിരുന്നു, നമുക്ക് ബീറ്റേന്റെ ഇക്വേഷൻ എഴുതണം. അത് ഇതായിരുന്നു, നമ്മളെ ചേഞ്ച് ഇൻ ഏരിയ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഒറിജിനൽ ഏരിയ ഇൻറ്റു ടെമ്പറേച്ചർ. അതിന് പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആയിരുന്നു എന്ത്, കോഎഫിഷ്യന്റ് ഓഫ് ഏരിയൽ എക്സ്പാൻഷൻ. ഇത് ഒന്നാമത്തെ ഇക്വേഷൻ ആണ്, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ ആണ്. ഇതുവരെ പക്ക അല്ലേ? പക്കാണ്. നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്, ഇത് തമ്മിൽ ബന്ധം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനെന്ത് ചെയ്യണം, ഇതിലേതിലെങ്കിലും ഒന്നിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. എന്ന് വെച്ചാൽ ഇതിനെ കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും എഴുതണം. നമുക്ക് എന്തറിയാം, ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഇവിടെ എന്താ, ലെങ്ത്തും ബ്രെഡ്ത്തും സെയിം ആണ്, സ്ക്വയർ ഷീറ്റ് ആണ്. സോ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് അതിന്റെ L ഇൻറ്റു L ഈസ് ഈക്വൽ ടു L സ്ക്വയർ. ഇത് നമുക്ക് കിട്ടി. സോ നമുക്കിതിനാ ഈ സാധനത്തിന് ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ തമ്മിൽ റിലേറ്റ് ചെയ്യുക, നമുക്ക് എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. സോ നമുക്ക് എന്താക്കാം, ഈ ഡെൽറ്റ ഏരിയ എന്താന്ന് നോക്കാം. ഡെൽറ്റ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ചേഞ്ച് ഇൻ ഏരിയ. ഞാൻ നിങ്ങളോട് ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞു, എന്ത് ചേഞ്ചിനെ, ഡെൽറ്റ എക്സിനെ നമുക്ക് എക്സ് ഫൈനൽ മൈനസ് എക്സ് ഇനീഷ്യൽ എഴുതാം. എന്ന് വെച്ചാൽ ഫൈനൽ ചേഞ്ച് മൈനസ് ഇനീഷ്യൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റിലൊക്കെ ഞാൻ പറഞ്ഞു ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഫൈനൽ മൈനസ് എക്സ് ഇനീഷ്യൽ ആണ്. സോ ഈ ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ മൈനസ് ഇനീഷ്യൽ. സോ ഇവിടെ എന്താ, ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. നിങ്ങൾ ഈ ഡെൽറ്റ എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ എ ഫൈനൽ മൈനസ് എ ഇനീഷ്യൽ ആണ്. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഫൈനൽ മൈനസ് ഇനീഷ്യൽ. അതുവരെ പക്ക അല്ലേ? ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയി പറയുന്നത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടിട്ടോ. സോ എ ഫൈനൽ എന്താ ഈ കേസിൽ, ഏരിയ ഓഫ് ഫൈനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ അല്ലേ, സോറി ഇതിന്റെ സ്ക്വയർ ഇൻറ്റു ഇതിന്റെ സ്ക്വയർ അല്ലേ, ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് അല്ലേ, ഇതല്ലേ ഫൈനൽ ഏരിയ, ഇതാണ് ഇനീഷ്യൽ ഏരിയ. ഇതൊരു പക്ക അല്ലേ? സോ എ ഫൈനൽ മൈനസ് എ ഇനീഷ്യൽ എന്താ, ഇതിന്റെ ഏരിയ മൈനസ് ഇതിന്റെ ഏരിയ എന്താ, എൽ പ്ലസ് ഡെൽറ്റ എൽ ഇൻറ്റു എൽ പ്ലസ് ഡെൽറ്റ എൽ. പക്ക അല്ലേ? മൈനസ് ഇനീഷ്യൽ ഏരിയ എന്താ, ഇതിന്റെ സ്ക്വയർ ഇൻറ്റു ഇത് എൽ ഇൻറ്റു എൽ അല്ലേ, ഇതിന്റെ എന്താ എൽ പ്ലസ് ഡെൽറ്റ എൽ ഇൻറ്റു സ്ക്വയർ ആവും, സെയിം സാധനം സ്ക്വയർ ആവും. സോ എൽ സ്ക്വയർ. ഇതിനെ നമുക്ക് എന്താക്കാം, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തായിരുന്നടാ, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലേ.
അല്ലേ? ഇത് നിങ്ങൾക്ക് അറിയാലോ. സോ ഇതിനെ എക്സ്പാൻഡ് ചെയ്തോ, എൽ സ്ക്വയർ പ്ലസ് 2ab എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു എൽ ഇൻറ്റു ഡെൽറ്റ എൽ പ്ലസ് ഡെൽറ്റ എൽ സ്ക്വയർ, വീണ്ടും ഇതിൻ്റെ എന്ത് മൈനസ് എൽ സ്ക്വയറും. ഇതുവരെ പക്ക അല്ലേ? ഇതുവരെ പക്കാണ്. ഈ ഡെൽറ്റ എൽ എന്താവെന്ന് അറിയാം നിങ്ങൾക്ക്? എന്താവും? ടെൻസ് ടു 0 ആവും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഡെൽറ്റ എല്ലിൻ്റെ വാല്യൂ കൺസിഡർ ചെയ്യുക. എന്താ നമ്മൾ നേരത്തെ എടുത്തിരുന്നു ആൽഫ ആകുമ്പോൾ ഒരു 1.2 ഇൻറ്റു 10⁻⁻5 ആണ് കൺസിഡർ ചെയ്യുക. -5 ആണ് കൺസിഡർ ചെയ്യുക. ഇതിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുണ്ടോ നിങ്ങൾ? ഇത് തന്നെ വളരെ സ്മോൾ വാല്യൂ ആണ്. ഇതിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ 1.44 ഇൻറ്റു 10⁻10 ആവും. എന്ന് പറഞ്ഞാൽ 0 കഴിഞ്ഞിട്ട് അത്രയും 0 വന്നിട്ട് കിട്ടുന്ന ഒരു വാല്യൂ ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി സ്മോൾ വാല്യൂ ആണ്. വെരി സ്മോൾ വാല്യൂ എന്ന് പറഞ്ഞാൽ 0ൻ്റെ കൂടി അത്രയും അടുത്ത് കിടക്കുന്ന വളരെ ചെറിയ വാല്യൂ ആണ്. ആ വാല്യൂ നമ്മൾ എന്താക്കി എടുക്കുന്നത്? 0 ആക്കി എടുക്കുന്നത്. അത് ഓക്കെ ആയി. അപ്പോൾ എന്തുകൊണ്ട് അത് 0 എന്ന് മനസ്സിലായി? വളരെ സ്മോൾ വാല്യൂ ആണ്, അതുകൊണ്ട് അതിനെ നമ്മൾ നെഗ്ലക്ട് ചെയ്യണം. പിന്നെ എൽ സ്ക്വയർ ഇവിടെ ഉണ്ട്, മൈനസ് എൽ സ്ക്വയർ ഉണ്ട്, വെട്ടിപ്പോവില്ലേ? സോ നമുക്ക് ഡെൽറ്റ എ എന്ത് കിട്ടി? ഡെൽറ്റ എ ഈസ് ഈക്വൽ ടു നമുക്ക് 2l ഡെൽറ്റ എൽ എന്ന് കിട്ടി. ഇതാണ് മൂന്നാമത്തെ ഇക്വേഷൻ. ഇതാണ് എന്ത്? ഡെൽറ്റ എ ഈസ് ഈക്വൽ ടു എൽ സ്ക്വയറിന് നാലാമത്തെ ഇക്വേഷൻ. ഇതുവരെ പക്ക അല്ലേ? പക്കാണ്. ഇതുവരെ പക്ക ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എന്താക്കുക? ഇതൊക്കെ എഴുതിയെടുക്കുക. നമ്മളെന്താക്കുക? എന്താക്കാ? ഇനി അടുത്ത സ്റ്റെപ്പിലേക്കാണ് പോകുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഈ ഡെൽറ്റ എ എന്ന് പറഞ്ഞാൽ ഈ മൂന്നാമത്തെ ഇക്വേഷൻ ആൻഡ് നാലാമത്തെ ഇക്വേഷൻ, ഈ മൂന്നാമത്തെ ഇക്വേഷൻ ആൻഡ് നാലാമത്തെ ഇക്വേഷൻ നമുക്ക് എന്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മൂന്നാമത്തെ ഇക്വേഷനും നാലാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡെൽറ്റ എന്റെ വാല്യൂ, ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ ഡെൽറ്റ എന്റെ വാല്യൂ 2l ഇൻറ്റു ഡെൽറ്റ എല്ലിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? ഓക്കെ, അത് ഓക്കെയാണ്. ബീറ്റ, പിന്നെ വരുന്ന ബീറ്റ എക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം? എൽ സ്ക്വയർ കൊടുക്കാം. എൽ സ്ക്വയർ ഡെൽറ്റ ടി. ഇതുവരെ പക്കാണോ? പക്കാണ്. ഇനി നമുക്ക് അറിയാം എന്ത്? ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആൽഫ എൽ ഡെൽറ്റ ടി അല്ലേ? സോ ഈ ഡെൽറ്റ എല്ലിന് വരെ നമുക്ക് എന്ത് കൊടുക്കാം? 2l ഇൻറ്റു ഡെൽറ്റ എല്ലിന് വരെ എന്ത് കൊടുക്കാം? ആൽഫ എൽ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ബീറ്റ എൽ സ്ക്വയർ ഡെൽറ്റ ടി. ഇതെങ്ങനെ മാറ്റി എഴുതാം? 2l ഇൻറ്റു എൽ, 2l സ്ക്വയർ ആൽഫ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ബീറ്റ എൽ സ്ക്വയർ ഡെൽറ്റ ടി. ഇവിടെ ഞാൻ എന്തുകൊണ്ട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഓർക്കണമെങ്കിൽ നമുക്ക് ആൽഫയും ബീറ്റയും തമ്മിലുള്ള കണക്ഷൻ അല്ലേ വേണ്ടേ? എങ്ങനെയെങ്കിലും ഒരു ഇക്വേഷൻ്റെ അകത്ത് ആൽഫയും ബീറ്റയും കൊണ്ടുവന്നാൽ മാത്രമല്ലേ നമുക്ക് റിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. സോ അവിടെ എന്ത് ചെയ്യുക? ആൽഫയും ബീറ്റയും കണക്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണത്? ഇവിടെ ഇത് കൊണ്ടുവരുന്നതെന്ന് ആലോചിച്ചാൽ മതി. കാരണം ആൽഫേൻ്റെ ടേമിനെ നമുക്ക് ഇവിടെ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ആൽഫയും ബീറ്റയും കണക്ട് ചെയ്യാൻ പറ്റൂ. സോ അതിനെന്താണ് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത് കൊണ്ടുവന്നതെന്ന് മനസ്സിലാക്കുക. സിമ്പിൾ അല്ലേ? ഇനിയിപ്പോൾ നോക്കിയേ, അപ്പുറത്തെ ഇക്വേഷനിലും ഇപ്പുറത്തെ ഇക്വേഷനും സെയിം സാധനം ഉണ്ട്, നമുക്ക് വെട്ടാം. ഇവിടെ എന്തുണ്ട്? എൽ സ്ക്വയർ ഉണ്ട്. അതേപോലെ ഇവിടെ എന്തുണ്ട്? എൽ സ്ക്വയർ ഉണ്ട്, വെട്ടിപ്പോയി. ഇവിടെ എന്തുണ്ട്? ഡെൽറ്റ ടി ഉണ്ട്. ഇവിടെ എന്തുണ്ട്? ഡെൽറ്റ ടി ഉണ്ട്, വെട്ടിപ്പോയി. സോ 2 ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ എന്ന് കിട്ടി. സോ നമുക്ക് എന്തായി? റിലേഷൻ കിട്ടിയില്ലേ? ഇതല്ലേ ഫൈനൽ ഇക്വേഷൻ. ഇങ്ങനെ കള്ളിയിലാക്കി എടുക്കുക, എഴുതുക. ഞാനിവിടെ എന്താ ചെയ്തത്? ആദ്യം നമ്മൾ അത് എന്ന് സൈഡ് ഹെഡിങ് എഴുതി, അതിൻ്റെ ഫിഗർ വരച്ചു, ആ ഫിഗറിനെ എക്സ്പ്ലെയിൻ ചെയ്തു, അതിന് ഇക്വേഷൻ കണക്ട് ചെയ്യാൻ നമ്മൾ റിലേഷൻ എഴുതി. കാരണം നമുക്ക് ഇത് തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കണം, അതിന് വരുന്ന ഇക്വേഷൻ ഏതോ അത് എഴുതി. ഇനി ഇതിനെ എങ്ങനെ കണക്ട് ചെയ്യണമെന്ന് നമ്മൾ നോക്കി. സോ ഡെൽറ്റ എക്ക് നമ്മൾ എന്താക്കി? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ഡെൽറ്റ എ എന്താക്കി? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത് ഈ ഇക്വേഷനിൽ കൊണ്ടുവന്ന് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ഈ ഡെൽറ്റ എല്ലും ബീറ്റയും ആൽഫയും കണക്ട് ചെയ്യാൻ അതിനെ ഇംപ്ലിമെന്റ് ചെയ്തു. സോ അതിൽ ഇക്വേഷൻ എഴുതി, സെയിം സാധനം വെട്ടിപ്പോയി. സോ എന്തായി? നമുക്കിത് കിട്ടി. ഇങ്ങനെ ഓർത്ത് വെച്ചാൽ പോരെ? ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും, അല്ലോ ഇതെങ്ങനെയാ സാറേ മനസ്സിലാക്കാതെ. ഇത് ഇത്രയേ ഉള്ളൂ. ഇതേ സെയിം സാധനം അടുത്ത റിലേഷനിൽ നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ ഇത്രയേ ചെയ്തു. നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യം വന്നോ? നമുക്ക് ഇക്വേഷൻ കിട്ടിയില്ലേ? സോ 2 ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ. അങ്ങനെയാണ് നമുക്ക് കിട്ടിയ റിലേഷൻ. ഇനി നമുക്ക് അടുത്ത റിലേഷനിലേക്ക് പോയി കൂടാ. ലെറ്റ്സ് ഗോ. എടാ, നമ്മൾ അടുത്ത ടോപ്പിക് എന്താ? റിലേഷൻ ബിറ്റ്വീൻ ആൽഫ ആൻഡ് ഗാമ. ഒന്നുമില്ല, വോളിയം എക്സ്പാൻഷനും ലീനിയർ എക്സ്പാൻഷനും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കുക. നമ്മൾ നേരത്തെ എന്ത് പഠിച്ചു? കൺസിഡർ എ സ്ക്വയർ ഷീറ്റ് ഓഫ് സൈഡ് എൽ എക്സ്പാൻഡഡ് ബൈ ഡെൽറ്റ ഇൻ ഓൾ ഡയറക്ഷൻ ബൈ ഡിഗ്രീസ് ഇറ്റ്സ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ആൽഫയും ബീറ്റയും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കുക. ഇത് വെച്ചു. ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരുന്നു? ഏരിയ എക്സ്പാൻഷൻ ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ സ്ക്വയർ ഷീറ്റ് എടുത്തു. ഇത് വോളിയം എക്സ്പാൻഷനും ആൽഫയും തമ്മിലായതുകൊണ്ട് നമ്മൾ ഇവിടെ എന്തെടുക്കണം?
ക്യൂബ് എടുക്കണം. സോ നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് ഒറ്റൊന്ന് പഠിച്ചാൽ പോരെ, പഠിക്കേണ്ട മനസ്സിലാക്കിയാൽ പോരെ. ആൻഡ് ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫിഗർ എന്തായിരിക്കും? ക്യൂബ് ആയിരിക്കും. ഒന്നുമില്ല, സിമ്പിൾ. ഇതെന്ത്? സൈഡ് എല്ലുള്ള വി വോളിയം ഉള്ള ക്യൂബ്. സൈഡിൽ ലെങ്ത് ബ്രെഡ്ത്ത് ഒക്കെ ഉള്ള ക്യൂബ്. അതിന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് ഒക്കെ സെയിം ആയിരിക്കും. സോ ഇതിന്റെ വോളിയം എന്തായി? എക്സ്പാൻഡഡ് ആയി. എന്തായി? എൽ പ്ലസ് ഡെൽറ്റ എൽ ആയി. ഓരോ ഡയറക്ഷനിലും എൽ പ്ലസ് ഡെൽറ്റ എൽ ആയി. ഇതുപോലെ എന്താക്കുക? ഇതുപോലല്ല, നല്ല വൃത്തിക്ക് എന്താക്കുക? നിങ്ങൾ ക്യൂബ് വരക്കുക എക്സാം പേപ്പറിൽ. ഇവിടെ എൽ പ്ലസ് ഡെൽറ്റ എൽ ആവും, ഇവിടെ എൽ പ്ലസ് ഡെൽറ്റ എൽ ആവും. 3 ഡയറക്ഷനിൽ എൽ പ്ലസ് ഡെൽറ്റ എൽ ആയി വോളിയം എന്താവും? വി പ്ലസ് ഡെൽറ്റ വി ആവും. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. ഇനി ഞാൻ നേരത്തെ എന്ത് പറഞ്ഞു? ഇത് നമ്മൾ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എഴുതണം. ഒറ്റ പ്രാവശ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമുള്ളൂ. ഇത് നമ്മൾ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എഴുതണം. അപ്പോൾ ഡെൽറ്റ എൽ ഈസ് പ്രൊപ്പോർഷണൽ ടു ആൽഫ എൽ ഇൻറ്റു ഡെൽറ്റ ടി. ഇത് നമുക്കറിയാം. അതേപോലെ തന്നെ ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു എന്താ? ഗാമ എൽ അല്ല സോറി ഗാമ വി ഡെൽറ്റ ടി. എന്താ? ഇത് രണ്ടാമത്തെ ഇക്വേഷൻ, ഇത് ഒന്നാമത്തെ ഇക്വേഷൻ. ഞാൻ നിങ്ങളോട് നേരത്തെ എന്ത് പറഞ്ഞു? ഇവിടെ എന്ത് ചെയ്യണം? ഇനി ഇത് നമ്മൾ കണക്ട് ചെയ്യണം. സോ വോളിയത്തിന് നമുക്ക് എല്ലിന്റെ എല്ലാ കേതി കൂടെ എന്ന് വെച്ചാൽ വി എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. സോ ഇവിടെ ലെങ്ത് ബ്രെഡ്ത്തും ഹൈറ്റും ക്യൂബ് ആയതുകൊണ്ട് എന്താ വരിക? എൽ ഇൻറ്റു എൽ ഈസ് ഈക്വൽ ടു വി ഈസ് ഈക്വൽ ടു എൽ ക്യൂബ് നീട്ടി. മൂന്നാമത്തെ ഇക്വേഷൻ. ഇനിയിപ്പം ഡെൽറ്റ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് എന്ത് പറഞ്ഞു? എന്ത് ഡെൽറ്റ വി എന്ന് കണ്ടു കഴിഞ്ഞാലും വി ഫൈനൽ മൈനസ് വി ഇനീഷ്യൽ ആണ്. നമുക്കറിയാം എന്ത്? വി ഫൈനൽ എന്താ? ഇതിന്റെ ക്യൂബ് അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ പ്ലസ് ഡെൽറ്റ എല്ലിന്റെ ക്യൂബ് അല്ലേ? ഈ മൈനസ് എന്ത് ചെയ്യണം? ഇനീഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? എൽ ക്യൂബ്. ഫൈനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ പ്ലസ് ഡെൽറ്റ എല്ലിന്റെ ക്യൂബ്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഒരു മാത്തമാറ്റിക്കൽ ടേം ഉണ്ട് എന്താ പഠിക്കണ്ടേ? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്തായിരുന്നു? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇതേപോലെ എ പ്ലസ് ബി ഹോൾ ക്യൂബ് എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? എ ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി പ്ലസ് 3b സ്ക്വയർ എ പ്ലസ് ബി ക്യൂബ്. സിമ്പിൾ അല്ലേ? എ ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി പ്ലസ് 3b സ്ക്വയർ എ പ്ലസ് ബി ക്യൂബ്. ഇത് ഓർത്ത് വെച്ചൂടെ? ഈ ഐഡന്റിറ്റി എന്താക്കുക? നിങ്ങൾ ഓർത്ത് വെക്കുക. സിമ്പിൾ അല്ലേ? എ ക്യൂബ് വരുന്നുണ്ട്, ബി ക്യൂബ് വരുന്നുണ്ട്, 3a സ്ക്വയർ ബി വരുന്നുണ്ട്, 3b സ്ക്വയർ എ വരുന്നുണ്ട്. സിമ്പിൾ. അതെന്താക്കുക? അവിടെ കമ്പയർ ചെയ്യുക. എ ക്യൂബ് എന്ന് പറഞ്ഞാൽ അവിടെ എന്റെ സ്ഥാനത്ത് എന്താ? എൽ ആണ്. സോ എൽ ക്യൂബ്. 3a സ്ക്വയർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഇൻറ്റു എന്റെ സ്ഥാനത്ത് എൽ, 3l സ്ക്വയർ ബിന്റെ സ്ഥാനത്ത് ഡെൽറ്റ എൽ പ്ലസ് 3b സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ ബിന്റെ സ്ഥാനത്ത് എന്താ? ഡെൽറ്റ എൽ സ്ക്വയർ ഇൻറ്റു എൽ പ്ലസ് ബി ക്യൂബിന്റെ സ്ഥാനത്ത് ഇവിടെ എന്താ? ഡെൽറ്റ എൽ ക്യൂബ് മൈനസ് എന്താവും? എൽ ക്യൂബ് ആവും. കാരണം ഈ എൽ ക്യൂബ് എന്തായി? ഇവിടെ വന്ന് പ്ലസ് എൽ ക്യൂബ് ഉണ്ട്, മൈനസ് എൽ ക്യൂബ് ഉണ്ട്, വെട്ടിപ്പോയി. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു ഡെൽറ്റ എൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ തന്നെ വളരെ സ്മോൾ ആയി. പിന്നെ ഡെൽറ്റ എൽ ക്യൂബ് എന്ന് പറഞ്ഞാൽ അത് വീണ്ടും സ്മോൾ ആയി. അതെന്ത് ചെയ്യും? സീറോയിലേക്ക് പോകും. ഡെൽറ്റ എൽ സ്ക്വയർ എന്താ? 0 ആണ്. കാരണം വളരെ ചെറിയ വാല്യൂ അല്ലേ, അതുകൊണ്ട് അതിനെ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വീണ്ടും ചെറിയ വാല്യൂ ആവുക. സോ എന്താവും? ഇങ്ങനെയാവും. അത് രണ്ടും 0 ആയിപ്പോയി. പിന്നെ ആകെ ഡെൽറ്റ വി എന്താ? നമ്മൾ നെഗ്ലക്ട് ചെയ്തു. ഡെൽറ്റ വി എന്താ? 3l സ്ക്വയർ ഡെൽറ്റ എൽ ആണ്. സോ നമുക്ക് എന്തായി? നാലാമത്തെ ഇക്വേഷൻ കിട്ടിയില്ലേ? ഇനി ഈ 4ഉം 3ഉം എന്തിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇംപ്ലിമെന്റ് ചെയ്യുക. ഞാൻ അതൊന്ന് മയക്കട്ടെ. ഏതൊക്കെയാ മയക്കണ്ടേ? ഇത് മയക്കണം. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സിമ്പിൾ അല്ലേ? ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ അല്ലടാ. സോ നമുക്ക് എന്ത് കിട്ടി? ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു 3l സ്ക്വയർ ഡെൽറ്റ എൽ എന്ന് കിട്ടി. അപ്പൊ നമുക്കിത് ഇംപ്ലിമെന്റ് ചെയ്തൂടെ? സോ നാലാമത്തെ ഇക്വേഷൻ 4 and 3 ഇൻ ഇക്വേഷൻ 2. സോ ഡെൽറ്റ വിക്ക് എന്ത് കൊടുക്കാം? 3l സ്ക്വയർ ഡെൽറ്റ എൽ എന്ന് കൊടുക്കാം ഈസ് ഈക്വൽ ടു ഗാമ ഇൻറ്റു വിക്ക് എന്ത് കൊടുക്കാം? എൽ ക്യൂബ് എന്ന് കൊടുക്കാം ആൻഡ് ഡെൽറ്റ ടി. ഈ ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യായിരുന്നു? ഗാമ കിട്ടി. സോ ഗാമയും ആൽഫയും തമ്മിലുള്ള ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടേണ്ടത്. സോ ആൽഫയെ ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കാം. എന്താ അറിയാം നമുക്ക്? ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു എന്താ നമുക്കറിയാം? ആൽഫ എൽ ഡെൽറ്റ ടി ആണെന്നറിയാം. സോ നമുക്ക് റിലേഷൻ കണക്ട് ചെയ്യണമെങ്കിൽ ആൽഫനെ ഇംപ്ലിമെന്റ് ചെയ്യണം. 3l സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എൽ എന്താ? ആൽഫ എൽ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ഗാമ എൽ ക്യൂബ് ഡെൽറ്റ ടി. സോ ഇതെന്താവും? 3l സ്ക്വയർ ഇൻറ്റു എൽ എന്താവും? എൽ ക്യൂബ് ആൽഫ ഡെൽറ്റ ടി ആവും ഈസ് ഈക്വൽ ടു ഗാമ എൽ ക്യൂബ് ഡെൽറ്റ ടി. സെയിം സാധനം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം? ഇക്വേഷൻ അപ്പുറം ഇപ്പുറം കണ്ടു കഴിഞ്ഞാൽ വെട്ടി പോവാ.
എൽ ക്യൂബ് പൊട്ടിപ്പോയി. പിന്നെ ആകെ നമുക്ക് എന്ത് കിട്ടി? 3α = ഗാമ എന്ന് കിട്ടി. സിമ്പിൾ അല്ലേ? ആദ്യത്തതല്ലേ ടഫ് ആയുള്ളൂ, ആദ്യത്തൊന്നും ഓർത്തു വെക്കാനല്ലേ ടഫ് ആയുള്ളൂ. ഇതിപ്പോ കമ്പയർ ചെയ്ത് പഠിച്ചുകൊണ്ട് രണ്ടും എളുപ്പത്തിൽ കഴിഞ്ഞില്ലേ? ഇത്രയേ ഉള്ളൂടാ. എന്ത് നമുക്ക് എന്ത് കിട്ടി? 2α = ബീറ്റ എന്ന് കിട്ടി, 3α = ഗാമ എന്ന് കിട്ടി. സോ ആൽഫ ഈസ് ആൽഫ ബീറ്റ ഗാമാന്റെ റേഷ്യോ എന്താ വരിക? നമുക്കറിയാം 2α ആണ് ബീറ്റ. സോ 1:2:3α ആണ് ഗാമ. 3 ഇതുകൂടിയും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്തായി? 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് ഇത്. ആൻഡ് ഇത് 3 മാർക്കിനൊക്കെ ഡെറിവേഷൻ വരും. സോ നിങ്ങൾ എന്താക്കുക? ഫിഗർ വരക്കുക, ഇത് എഴുതുക, നല്ല വൃത്തിക്ക് ലൈനിൽ എഴുതുക. ഞാൻ മയച്ചതുപോലെ മയക്കണ്ട കേട്ടോ, വൃത്തിക്ക് എഴുതുക, അവസാനം കള്ളിയാക്കുക. ആൻഡ് ഈ റിലേഷൻ കൂടി എഴുതി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി, പെർഫെക്റ്റ് ആയി. ഇനി നമുക്ക് എന്താക്കാം? ഈ ആൽഫ ബീറ്റ ഗാമേന്റെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഉണ്ട്. സോ അതിലേക്ക് പോയി കൂടാ. ലെറ്റ്സ് ഗോ. എടാ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഒന്നുമില്ലടാ. ശ്രദ്ധിക്കേടാ ശ്രദ്ധിക്കണേടാ. എന്താ? ആൽഫ ആൻഡ് ബീറ്റ ആർ ജനറലി ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ. ഒന്ന് പറഞ്ഞാൽ എന്ത് എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷനും കോഎഫിഷ്യന്റ് ഓഫ് ഏരിയ എക്സ്പാൻഷനും ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ ആണ്. അവിടെ വെക്കുക. അടുത്ത ഗാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാലില്ലേ, നമ്മൾ അതിന്റെ 3 സ്റ്റേറ്റും കൺസിഡർ ചെയ്യണം. സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, ഗ്യാസസ് സ്റ്റേറ്റ്. ഇതിലെന്താ? ഗാമ ഈസ് ഇൻക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. സോളിഡ്സിൽ ഗാമ ഇൻക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ലിക്വിഡ്സിൽ ഗാമ ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ, സെയിം ആസ് ആൽഫ ആൻഡ് ബീറ്റ. ഗാമ ലിക്വിഡ്സിൽ എന്താ? ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ ആണ്. അതേ സ്ഥാനത്ത് ഗ്യാസിയസ് സ്റ്റേറ്റിലോ ഗാമ ഡിഗ്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഗാമേന്റെ വാല്യൂ ഇവിടെ കുറയുന്നു, ഇവിടെ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഗാമേന്റെ വാല്യൂ കൂടുന്നു. നിങ്ങൾ എന്താക്കുക? തൽക്കാലം ഇങ്ങനെ ഓർത്ത് വെക്കുക. ആൽഫ ബീറ്റ ഗാമ ഇങ്ങനെ എഴുതാം. ആൽഫ എന്താ? ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ. ബീറ്റ എന്താ? ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ. ഈ ഗാമാന്റെ കേസിൽ സോളിഡ്സിൽ ഡിപെൻഡന്റ് ആണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഗാമേന്റെ വാല്യൂ കൂടുന്നുണ്ട്. ലിക്വിഡ്സിൽ ഇൻഡിപെൻഡന്റ് ആണ്, ഗ്യാസസിൽ ഡിപെൻഡന്റ് ആണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താ? ഗാമേന്റെ വാല്യൂ കുറയുന്നുണ്ട്. ഇങ്ങനെ എന്ത് ചെയ്യാം? നിങ്ങൾ ഷോർട്ട് നോട്ടിൽ എഴുതാം. ഇതിപ്പോ ഓർത്ത് വെക്കണമെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യാം? ഇത് ഓർത്ത് വെക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? വല്ല I did എന്നായിട്ട് ഓർത്ത് വെക്കുക. I did ഇൻഡിപെൻഡന്റ്. ഈ കേസിൽ സോളിഡ്സിന്റെ കേസിൽ എന്താ? ടെമ്പറേച്ചർ കൂടുമ്പോൾ ഗാമേന്റെ വാല്യൂ കൂടുന്നുണ്ട്. ഈ കേസിൽ എന്താ? ടെമ്പറേച്ചർ കുറയുമ്പോൾ ഗാമേന്റെ വാല്യൂ കുറയുന്നുണ്ട്. ഇതായല്ലോ. ഇത് പക്ക അല്ലേ? ഇത് മര്യാദക്ക് പഠിക്കൂലടാ. അങ്ങനെയാണെങ്കിൽ ഇതിൽ 3 സ്പെഷ്യൽ കേസ് കൂടി ഉണ്ട്. അതിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. നമുക്ക് എന്താക്കാം? അടുത്ത പോയിന്റിലേക്ക് പോവാം. എന്താ പോയിന്റ്? വളരെ സിമ്പിൾ ആടാ. കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ വാല്യൂ മോർ ഇൻ മെറ്റൽസ് ദാൻ നോൺ മെറ്റൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലീനിയർ എക്സ്പാൻഷന്റെ വാല്യൂ ഇല്ലേ, കോഎഫിഷ്യന്റിന്റെ, ഈ മെറ്റൽസിനേക്കാളും നോൺ മെറ്റൽസിനേക്കാളും കൂടുതൽ എന്തായിരിക്കും? മെറ്റൽസിലായിരിക്കും എന്ന് പറയുന്നത്. എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുമ്പൊക്കിലല്ലേ പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യുക നോൺ മെറ്റൽസിനെ അപേക്ഷിക്കുമ്പോൾ. നമുക്ക് അങ്ങനെ ഓർത്തിരുന്നു കഴിഞ്ഞാൽ ഇത് എളുപ്പമാണ്. എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷന്റെ വാല്യൂ മോർ ഇൻ മെറ്റൽസ് ദാൻ നോൺ മെറ്റൽസ്. പക്ക അല്ലേ? പക്കാണ്. അതിനൊരു സ്പെഷ്യൽ കേസ് നമുക്ക് പഠിക്കാണ്ട് ടെക്സ്റ്റിലുണ്ട്. എന്ന് പറഞ്ഞാൽ കോപ്പർ എന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് ആണല്ലോ. ഈ സോളിഡ്സിൽ കോപ്പർ എന്ന് പറഞ്ഞാൽ സോളിഡ് ആണ്. സോളിഡ്സിൽ ഗാമേന്റെ വാല്യൂ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? ഗാമ വാല്യൂ ഇൻക്രീസ് വിത്ത്, നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചത് ഇൻക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ കൂടി കഴിയുമ്പോൾ ഗാമേന്റെ വാല്യൂ കൂടുന്നു. ബട്ട് ഈ ഒരു സ്പെഷ്യൽ കേസിൽ നമ്മളൊരു പോയിന്റ് എത്തുന്ന വരെ ടെമ്പറേച്ചർ കൂട്ടി കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂട്ടുന്നു, ഗാമ വാല്യൂ കൂടുന്നു, ടെമ്പറേച്ചർ കൂട്ടുന്നു, ഗാമ വാല്യൂ കൂടുന്നു. അതേ സ്ഥാനത്ത് നമ്മളൊരു പോയിന്റ് എത്തിക്കഴിഞ്ഞ് ടെമ്പറേച്ചർ കൂട്ടി, ഗാമ വാല്യൂ കൂടി പിന്നെ എത്ര ടെമ്പറേച്ചർ നമ്മൾ കൂട്ടി കഴിഞ്ഞാലും ഈ ഗാമേന്റെ വാല്യൂ എന്താവും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ടെമ്പറേച്ചർ കൂടുക എന്നല്ലാതെ ഗാമേന്റെ വാല്യൂ, കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. അതാ ഇല്ല സ്പെഷ്യൽ കേസ് പറയുന്നത്. സ്പെഷ്യൽ കേസ് എന്താ പറയുന്നത്? ഇൻ സോളിഡ്സ് ഗാമ വാല്യൂ ഇൻക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അത് നമ്മൾ പഠിച്ചു. ബട്ട് ഈ കേസിൽ, കോപ്പറിന്റെ കേസിൽ, ഇറ്റ് ബിക്കം കോൺസ്റ്റന്റ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂട്ടി കഴിയുന്നതോറും അതിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. അതിലൊരു ഗ്രാഫും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്താക്കുക? ഇത് എന്തായാലും നോട്ടിൽ എഴുതി വെക്കണം. കാരണം ഇതിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിസ്സാവരുത്. എന്തായാലും നിങ്ങൾ ഇതെന്താക്കുക? നോട്ടിൽ എഴുതി വെക്കുക. ഈ ഗ്രാഫ് എന്താ? എക്സ് ആക്സിസിൽ ടെമ്പറേച്ചർ ഇൻ കെൽവിൻ ആണ്, വൈ ആക്സിസിൽ ഗാമയാണ്. പക്ക അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 250 ടെമ്പറേച്ചർ, ഇത് 250 ആണ്, 500 കെൽവിൻ ആണ്, 250 ആണ്. സോ ഇതിങ്ങനെ കൂടി പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ സമയം മാറുന്തോറും എൻ്റെ ഗാമേന്റെ വാല്യൂ കൂടി. ഇതിങ്ങോട്ട് അല്ല, ടെമ്പറേച്ചർ മാറുന്നോറും ഗാമേന്റെ വാല്യൂ കൂടി, ടെമ്പറേച്ചർ മാറുന്നോറും ഗാമേന്റെ വാല്യൂ കൂടി, ടെമ്പറേച്ചർ മാറുന്നോറും ഗാമേന്റെ വാല്യൂ കൂടി. കാരണം ഈ ടെമ്പറേച്ചറിൽ ഈ ഗാമ വാല്യൂ, ഈ ടെമ്പറേച്ചറിൽ ഈ ഗാമ വാല്യൂ. അങ്ങനെ ഒരു പോയിന്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെ ഗാമ വാല്യൂ മാറാതെ ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് പോണില്ലേ? അതിനാണ് എന്ത് പറയാ? ഈ സ്പെഷ്യൽ കേസ് കോപ്പറിൻ്റെ അകത്ത്. ഇത് നിങ്ങൾ പഠിച്ചില്ലേ? എളുപ്പമല്ലടാ. ഇനി അടുത്ത പോയിന്റ് എളുപ്പമല്ലേ? ഇതെന്താക്കുക? മനസ്സിലാക്കി വെക്കുക, പഠിക്കുക.
ഇനി അടുത്ത പോയിന്റ്, ഗാമ ഫോർ ഗ്യാസ്. ഗാമേന്റെ കേസ് ഗ്യാസസിൽ എന്തായിരുന്നു? ഡിഗ്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ ടെമ്പറേച്ചറിന്റെ വാല്യൂ കൂടുന്തോറും ഗാമേന്റെ വാല്യൂ കുറഞ്ഞാൽ പോകും. ടെമ്പറേച്ചറിന്റെ വാല്യൂ കൂടുന്തോറും ഗാമേന്റെ വാല്യൂ കുറഞ്ഞാൽ പോകും. അത് നമ്മൾ എന്താക്കി തൊട്ട് മുമ്പ് പഠിച്ച്. പക്ഷേ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രൂഫായിട്ട് എന്താ ഒരു ഇക്വേഷന് ഇതിന്റെ പ്രൂഫായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഇതിൽ നിന്നും ഇതിന്റെ ഇക്വേഷൻ ഏതാണെന്ന് ചോദിക്കാം. ഗാമ വാല്യൂ ഇൻ ഗ്യാസ് സ്റ്റേറ്റിൽ ഗാമാന്റെ വാല്യൂ എന്താണെന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ഇത് പ്രൂവ് ചെയ്യാൻ ചോദിക്കുക, അങ്ങനെ എന്തായിട്ടും ചോദിക്കുക. ബട്ട് എളുപ്പമാണ്. നമുക്ക് എന്തറിയാം, ഗ്യാസിന്റെ കേസിൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമുക്കറിയാം. നമ്മൾ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട്. എന്ത്? PV = nRT. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾ ഗാമേന്റെ വാല്യൂ നമുക്ക് ഇതിന് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞു മനസ്സിലാക്കി പഠിക്കുക. ഗാമേന്റെ വാല്യൂ നമുക്ക് ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. നമുക്ക് എന്തറിയാം, ചെറുങ്ങനെ ടെമ്പറേച്ചർ ചേഞ്ച് ആക്കി കഴിഞ്ഞാൽ എന്താവും? അതിന്റെ വോളിയത്തിൽ എന്ത് മാറ്റം വരും? വോളിയം കൂടുതൽ. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു, ടെമ്പറേച്ചർ മാറ്റി കഴിഞ്ഞാൽ വോളിയം കൂടും. സോ നമുക്ക് എങ്ങനെ എഴുതാ? nR∆T. ഒരു ∆T ടെമ്പറേച്ചർ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താവും? P∆V ആവും, വോളിയം ചേഞ്ച് ആവും. ഇത് നമുക്ക് എഴുതിക്കൂടെ? പക്കാണ്. ഇത് നമുക്ക് എഴുതിക്കൂടെ? ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞപ്പോൾ വോളിയം മാറി. നമ്മൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഗാമേന്റെ വാല്യൂ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കണം. ഗാമേന്റെ വാല്യൂ നമുക്ക് റിലേഷൻ നമുക്കറിയാം. എന്ത്? ∆V = നിങ്ങളോട് എന്ത് പറഞ്ഞു? ഗാമ ടൈംസ് V∆T അല്ലേ എന്ന് പറഞ്ഞാൽ ∆V ചേഞ്ച് ഇൻ വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ഒറിജിനൽ വോളിയം ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഡയറക്ട്ലി പ്രൊപ്പോർഷനിൽ മാറ്റാനാണ് ഈ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്. ഇതാണ് കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ. സോ ∆V നമുക്ക് എന്തറിയാം? ഗാമ V∆T എന്നറിയാം. സോ നമുക്ക് ഈ ഇക്വേഷൻ നമ്പർ 3 എന്താക്കാം? ഇക്വേഷൻ നമ്പർ 2ലേക്ക് ഇട്ട് കൊടുത്തൂടെ? അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? P ഇൻറ്റു ഈ V∆T അല്ല ഗാമ V∆T എന്ന് അവിടെ ഇട്ടൂടെ? ഗാമ V∆T = എന്ത് കിട്ടും? nR∆T എന്ന് കിട്ടും. ഞാൻ പറഞ്ഞു ഇതുവരെ മനസ്സിലായില്ലേ? nR∆T എന്ന് കിട്ടും. പക്കല്ലേ? സിമ്പിൾ അല്ലേ? ഇപ്പുറം എന്തുണ്ട്? സെയിം സാധനം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം? വെട്ടിക്കഴിഞ്ഞ്. സോ ഗാമ = നമുക്ക് എന്ത് കിട്ടും? ഈ nR ഇവിടെ ഉണ്ട്, അത് പക്ക. nR ഇവിടെ ഉണ്ട്, ഡിവൈഡഡ് ബൈ ഇൻറ്റു V അപ്പുറം പോകുമ്പോൾ ഡിവൈഡഡ് ബൈ V അല്ല P ആവും, ഇൻറ്റു V താഴേക്ക് പോകുമ്പോൾ ഈ സൈഡിലേക്ക് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ V ആവും. ഗാമ = nR/PV എന്ന് നമ്മൾ എന്താക്കി? പക്കാ കിട്ടി. നമുക്ക് ഗാമയും ടിയും തമ്മിലുള്ള റിലേഷൻ ആണ് ലാസ്റ്റ് പ്രൂവ് ചെയ്യാനുള്ളത്. സോ എന്ത് ചെയ്യാ? PV = നമുക്ക് എന്താണെന്നറിയാം? nRT ആണെന്നറിയാം. സോ PVക്ക് നമുക്ക് nRT എന്ന് കൊടുത്തൂടെ? സോ ഈ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? 4 എടുക്കാം. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 ഇൻ ഇക്വേഷൻ നമ്പർ 4. അപ്പോൾ എന്ത് സംഭവിക്കും? ഗാമ = nR/PVക്ക് പകരം എന്ത് കൊടുക്കാം? നമുക്ക് PV പകരം nRT എന്ന് കൊടുക്കാം. nRT എന്ന് കൊടുത്തു. കോമൺ സാധനം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ വെട്ടിക്കളയാം. nR മുകളിൽ വന്നു. സോ ഗാമ = നമുക്ക് എന്ത് കിട്ടും? 1/T എന്ന് കിട്ടും. ഇതല്ലേ നമ്മൾ പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T വാല്യൂ കൂടുമ്പോൾ ഗാമ വാല്യൂ കുറയും, T വാല്യൂ കൂടുമ്പോൾ ഗാമ വാല്യൂ കൂടും. അല്ല, T വാല്യൂ കൂടുമ്പോൾ ഗാമ വാല്യൂ കുറയും. ഗാമ = T ആണെങ്കിൽ എന്താ? ഇങ്ങനെ എന്തെങ്കിലും മൾട്ടിപ്ലൈഡ് ബൈ T ആണെങ്കിൽ ടീന്റെ വാല്യൂ കൂടുമ്പോൾ ഗാമേന്റെ വാല്യൂ കൂടും. ബട്ട് T ഡിവൈഡഡ് ബൈ ആ വരുന്നത്, 1/T ആ വരുന്നത്. സോ ടീന്റെ വാല്യൂ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഗാമേന്റെ വാല്യൂ കുറയും. സോ നമ്മൾ പ്രൂവ് ചെയ്തില്ലേ? ആൻഡ് ഇതിന്റെ ഇക്വേഷൻ ചോദിച്ചാൽ ഗാമ ഫോർ ഗ്യാസസിന്റെ കേസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ? പ്രൂവ് ആയിട്ടും ചോദിക്കും, അല്ലെങ്കിൽ ഗാമേന്റെ ഗ്യാസിന്റെ ഇക്വേഷൻ ആയിട്ട് ചോദിക്കും. ബട്ട് ഇത് എളുപ്പമല്ലേ? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നിന്ന് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ വോളിയം മാറുന്നത്, ആ വോളിയത്തിന് നമ്മൾ എന്താക്കുന്നത്? ആ ഇക്വേഷൻ കൊടുക്കണേ. ആ ഇക്വേഷൻ സെയിം വെട്ടിപ്പോണ്. ഗാമ = അതിൽ നിന്ന് അതിന് പകരം nRT കൊടുത്ത് അതും ഇതും വെട്ടിക്കഴിഞ്ഞ് ഗാമ = 1/T എന്ന് കിട്ടുന്നത്. സിമ്പിൾ അല്ലടാ? മനസ്സിലായില്ലടാ? എളുപ്പമല്ലടാ? ഇനി നമുക്ക് എന്താക്കാം? ഈ ചാപ്റ്ററിൽ അടുത്തൊരു കേസാണ് അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ അകത്ത് നമ്മൾ ടെമ്പറേച്ചർ മാറുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചറിലും ഡെൻസിറ്റിയിലും ചില മാറ്റങ്ങൾ ചില പോയിന്റ് സംഭവിക്കുന്നുണ്ട്. അതെന്താക്കാം? നോക്കിക്കൂടറാ. ലെറ്റ്സ് ഗോ. അടുത്താണെന്തടാ? അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ അഥവാ വാട്ടർ ജീക്കുട്ടന്റെ കുസൃതികളിലേക്ക് ഏവർക്കും സ്വാഗതം. ഒന്നുമില്ലടാ, നമ്മൾ സാധാരണ ടെമ്പറേച്ചർ കൊടുക്കുന്നത്, നമ്മളൊരു വസ്തുവിന് ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറഞ്ഞു? അതിന്റെ വോളിയം എക്സ്പാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അതേ സ്ഥാനത്ത് ഈ വാട്ടർ കുട്ടൻ എന്താ ചെയ്യാന്നറിയോ നിങ്ങൾ? ഈ വാട്ടർ കുട്ടനെ നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കും തോറും വാട്ടർ കുട്ടൻ ചുരുങ്ങിപ്പോ എന്ന് വെച്ചാൽ അതിന്റെ കോൺട്രാക്ട്, അതിന്റെ വോളിയം കുറയും. അതിനുശേഷം അതെന്ത് ചെയ്യുമെന്ന് അറിയോ? നമ്മൾ കുറച്ച് 4 ഡിഗ്രി വരെ കൊടുത്തപ്പോൾ അത് ചുരുങ്ങി വന്ന്
4 ഡിഗ്രിക്ക് ശേഷം നമ്മൾ വീണ്ടും 5 ഡിഗ്രി 6 ഡിഗ്രി 7 ഡിഗ്രി 8 ഡിഗ്രി 9 ഡിഗ്രി ആക്കുമ്പോൾ ആ വാട്ടർ കുട്ടൻ എന്താവും, അതിന്റെ വോളിയം കൂടും. സോ ആ 0 മുതൽ 4 ഡിഗ്രി വരെ 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ അതെന്താവും, നേരെ ഓപ്പോസിറ്റ് ബിഹേവിയർ കാണിക്കും. അതിനെയാണ് എന്ത് പറയുന്നത്, അനോമിലസ് ബിഹേവിയർ ഓഫ് വാട്ടർ അഥവാ വാട്ടർ കുട്ടിയുടെ കുസൃതികൾ. അതിന് നമുക്ക് എന്തുണ്ട്, ഗ്രാഫ് ഉണ്ട്. ഗ്രാഫ് വരച്ചൂടെ, എക്സ് ആക്സിസ് വൈ ആക്സിസ് നമ്മൾ വരച്ചു. എക്സ് ആക്സിസിൽ എന്താ, ടെമ്പറേച്ചർ ആണ്, അതും ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസിലാണ്, അത് നമ്മൾ മാർക്ക് ചെയ്തു. വൈ ആക്സിസിൽ എന്താ, വോളിയം ആണ്, അത് നമ്മൾ മാർക്ക് ചെയ്തു. ഞാൻ എന്ത് പറഞ്ഞു, 4 ഡിഗ്രി സെൽഷ്യസ് വരെ ആ വാട്ടർ കൂട്ടൻ എന്താവും, ഇവിടെ നിൽക്കുന്നത് 0 ഡിഗ്രിയിൽ ഇതാ വോളിയം എന്ന് വെച്ചോ, ഇത് 0 ഡിഗ്രി ആണ്, 0 ഡിഗ്രിയിൽ ഇതാ വോളിയം എന്ന് വെച്ചോ, അതിന്റെ എന്താവും, ടെമ്പറേച്ചർ ഡോപ്പായി ഷൂ 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 എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടി കൂടി വരിക. അന്ന് ഞാൻ എന്ത് പറഞ്ഞു, വോളിയം കുറഞ്ഞു കുറഞ്ഞു വരും. ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കുറഞ്ഞു കുറഞ്ഞു പറഞ്ഞ് 4 ഡിഗ്രി വരെ കുറഞ്ഞ്. അതിനുശേഷം വാട്ടർ എന്താക്കും എന്ന് പറഞ്ഞാൽ 5 ഡിഗ്രി 6 ഡിഗ്രി എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകും. എന്ന് പറഞ്ഞാൽ 4 ഡിഗ്രി വരെ വാട്ടറിന്റെ വോളിയം ഡിഗ്രീസ് ആവും. ആൻഡ് 4 ഡിഗ്രി ശേഷം 5 ഡിഗ്രി 6 ഡിഗ്രി 7 ഡിഗ്രി ഒക്കെ വരുമ്പോൾ അതിന്റെ വോളിയം കൂടും. ഇതാണ് എന്ത്, അനോമിലസ് ബിഹേവിയർ ഓഫ് വാട്ടർ. അത് 0 മുതൽ 4 ഡിഗ്രി സെൽഷ്യസിൽ മാത്രമേ ഇങ്ങനെയുള്ളൂ. അതിനുശേഷം എല്ലാത്തിനെയും പോലെയും അത് ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ വോളിയം കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം എന്ത്, ഈ ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഈ ഗ്രാഫ് നിങ്ങൾ പഠിച്ചു നോക്കുക. ഇത് മനസ്സിലായല്ലോ. ഈ ഗ്രാഫിൽ നമുക്ക് ഒരു ഗ്രാഫ് കൂടി വരക്കാം. ഒന്നുമില്ലടാ, എന്താ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടെമ്പറേച്ചർ തന്നെ ഒരു മാറ്റമില്ല, ടെമ്പറേച്ചർ തന്നെ. ഈ ഗ്രാഫിൽ എന്താ, ഡെൻസിറ്റി ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം എന്ന് വെച്ചാൽ ഇതിന് ഒരുപാട് റിയൽ ലൈഫ് എക്സാമ്പിൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. സോ ഇതിന് നമുക്കൊരു ഗ്രാഫ് കൂടി വരക്കാം. നിങ്ങൾക്ക് എന്തറിയടാ, ഡെൻസിറ്റി എന്താ, ഡെൻസിറ്റി വേഴ്സസ് ടെമ്പറേച്ചർ ഗ്രാഫാണ് വരക്കേണ്ടത്. മാസ് ബൈ വോളിയാണ്, മാസ് ബൈ വോളിയാണ്. അങ്ങനെയാണെങ്കിൽ വോളിയം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി കുറയും, വോളിയം കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി കൂടും. നമ്മൾ പഠിച്ചു, ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ അല്ലേ, പക്ക അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫിൽ നമുക്ക് മാറ്റിക്കൂടെ? ഇതിനെ നോക്ക്, 4 ഡിഗ്രി സെൽഷ്യസ് വരെ അതിന്റെ വോളിയം കുറയുന്നു, വോളിയം കുറയുമ്പോൾ ഡെൻസിറ്റി കൂടുന്നു. സോ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഇതിന്റെ വോളിയം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഇതിന്റെ വോളിയം കുറയാണെങ്കിൽ അതിന്റെ എന്താവും, ഡെൻസിറ്റി കൂടും. 4 ഡിഗ്രി സെൽഷ്യസ് വരെ അതിന്റെ ഡെൻസിറ്റി കൂടി. ഓക്കെ അല്ലേ, പക്ക അല്ലേ? 4 ഡിഗ്രി സെൽഷ്യസിന് ശേഷം എന്ത് ചെയ്യുന്നു, വോളിയം കൂടുന്നു. 4 ഡിഗ്രി സെൽഷ്യസിന് വോളിയം കൂടി വരുന്നു. വോളിയം കൂടിക്കഴിഞ്ഞാൽ ഡെൻസിറ്റി കുറയും, വോളിയം കൂടിക്കഴിഞ്ഞാൽ ഡെൻസിറ്റി കുറയും. സോ 4 ഡിഗ്രി സെൽഷ്യസിന് ശേഷം വോളിയം കൂടി, ഡെൻസിറ്റി കുറഞ്ഞ്. ഇതാ ഉള്ളൂ. ഇതാണ് രണ്ട് ഗ്രാഫ്. പഠിക്കേണ്ട എന്തേ പണിയുണ്ടോ? ഡെൻസിറ്റിയിൽ ഇത് നിങ്ങൾ എന്ത് മനസ്സിലാക്കുക, എക്സ് ആക്സിസിലാണ് ടെമ്പറേച്ചർ എന്ന് മനസ്സിലാക്കുക, വൈ ആക്സിസിലാണ് വോളിയം ഡെൻസിറ്റി വരുന്നത് മനസ്സിലാക്കുക. സിമ്പിൾ അല്ലേ? അനോമിലസ് ബിഹേവിയർ നമ്മൾ പഠിച്ചില്ലേ? ഇത് എളുപ്പമല്ലേ? ഇനി നമുക്ക് ഇതിന് കുറച്ച് റിയൽ ലൈഫ് എക്സാമ്പിൾ ഉണ്ട്, അതിലേക്ക് പോയി കൂടാ. സെറ്റല്ലടാ, പക്കല്ലടാ. എടാ, നമ്മുടെ പാർട്ട് 2 ലാസ്റ്റ് എക്സാമ്പിൾ ഇത് വെച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന ഏത് എക്സാമ്പിളിലും ആൻസർ ചെയ്യാൻ പറ്റും. സോ ശ്രദ്ധിച്ചിരുന്ന് വെക്കാം. വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞായിരുന്നു. ഒന്നുമില്ലടാ, വൈ ഐസ് ഫ്ലോട്ട് ഇൻ വാട്ടർ. എന്തുകൊണ്ട് വെള്ളത്തിൽ ഐസ് പൊങ്ങിക്കിടക്കുന്നു? എന്തുകൊണ്ടാടാ? സിമ്പിൾ അല്ലേ? ഒന്ന് നോക്കിയേ. 4 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വെള്ളത്തിന്റെ ഡെൻസിറ്റി ഇത്, പിന്നെ ഡിഗ്രി കുറഞ്ഞു വന്ന് ഇവിടെ 0 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? 0 ഡിഗ്രി സെൽഷ്യസിലല്ലേ ഐസ് ആവുക? അത് നിങ്ങൾ നോക്ക്, ഏതിനാ ഡെൻസിറ്റി കൂടുതൽ? 4 ഡിഗ്രി സെൽഷ്യസിലുള്ള അല്ലേ? എന്ന് പറഞ്ഞാൽ വെള്ളത്തിനേക്കാളും ഡെൻസിറ്റി ഏതിന് കുറവാണ്? എന്തിന് കുറവാണ്? ഐസിന് കുറവല്ലേ? സോ ഡെൻസിറ്റി കുറഞ്ഞ സാധനം എവിടെ നിൽക്കും? മുകളിൽ നിൽക്കും. സോ എന്തുകൊണ്ട് വാട്ടറിന്റെ മുകളിൽ പൊങ്ങി കിടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസ് ഐസ് ഈസ് ലെസ് ഡെൻസർ ദാൻ 4 ഡിഗ്രി സെൽഷ്യസ് വാട്ടർ. അതുകൊണ്ട് ഇതെന്താക്കി പൊങ്ങിക്കിടക്കണു. സിമ്പിൾ അല്ലേ? അല്ലാണ്ട് ഇതൊരു ഐസ് എന്ന് പറഞ്ഞ ഒരു സോളിഡ് സാധനം അല്ലേ? സോളിഡ് സാധനം സാധാരണ ഡെൻസിറ്റി എന്താ? കൂടുതലല്ലേ? അതുകൊണ്ട് സാധാരണ താഴേക്ക് പോകല്ലേ? ഇത് അനോമിലസ് അഥവാ വാട്ടറിന്റെ കുസൃതി ആയതുകൊണ്ടാണ് വെള്ളത്തിൽ ഐസ് പൊങ്ങിക്കിടക്കുന്നത്. വാവ്. അടുത്തത് ഐസ് ട്രേ ഇൻ ഫ്രിഡ്ജ്. നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ലെവലിൽ ഐസ് ട്രേ ഉണ്ടല്ലോ, അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് എടുക്കുമ്പോഴേക്കും നമുക്ക് കാണാം നമ്മൾ വെച്ച വെള്ളത്തിനേക്കാളും ഐസ് പൊങ്ങിക്കിടക്കുന്നത്, എന്ന് വെച്ചാൽ വലുതായി കാണാം. അതെന്തുകൊണ്ടാണെന്ന ക്വസ്റ്റ്യൻ. ഒന്നുമില്ല, നിങ്ങൾ നോക്ക്, ഐസിന്റെ വോളിയം എന്താ? വാട്ടറിന്റെ വോളിയത്തിനേക്കാളും കൂടുതലാണല്ലോ. കാരണം 4 ഡിഗ്രി സെൽഷ്യസ് എന്ന് എന്താ ചെയ്യുന്നത്? വെള്ളത്തിനേക്കാളും, നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിനേക്കാളും വോളിയം കൂടുതലായത് കൊണ്ട് സോ ഐസ് ആവുമ്പോൾ അതിന്റെ വോളിയം കുറച്ച് എക്സ്പാൻഡ് ചെയ്യുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അത് ട്രയൽ കാണിക്കുന്നത് പൊങ്ങി നിൽക്കുന്നു. ആൻഡ് ബ്രോക്കൺ ഐസ് ബോട്ടിൽ ഓൺ ദ ഫ്രിഡ്ജ്. നമ്മൾ എന്താക്കുന്നത്? ഒരു കുപ്പിയിലേക്ക് വെള്ളം നിറച്ച്, ഫുള്ള് വെള്ളം നിറച്ച്, ഒരു ഐസ് കുപ്പി ഫുള്ള് വെള്ളം നിറച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണ്. ആൻഡ് നമുക്ക് കാണാം അത് കുറച്ച് കഴിഞ്ഞാൽ അതിൽ ക്രാക്ക് വന്നത് കാണാം ബോട്ടിൽ മേലെ. എന്തുകൊണ്ടാ? കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഐസ് ആകുമ്പോഴത്തേക്ക് അതിന്റെ വോളിയം മറ്റേ ടെമ്പറേച്ചറിലെ വെള്ളത്തിനേക്കാളും
കുറച്ച് കൂടി. സോ വോളിയം കൂടി കഴിഞ്ഞാൽ എന്തായി, അത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ക്രാക്ക് സംഭവിച്ചു. സോ എന്തുകൊണ്ട് ബ്രോക്കൺ ബോട്ടിൽ ഉണ്ടാവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ, വോളിയം കൂടുതലുണ്ട്. ഐസിന്റെ വോളിയം എന്തിനാ മറ്റേനേക്കാൾ അപേക്ഷിച്ച് കൂടുന്നത് കൊണ്ട്. ഇതാണ് ഐസിന്റെ വെള്ളത്തിന്റെ കുസൃതികൾ എന്ന് പറയുന്നത്. അടുത്തതാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. എന്തുകൊണ്ട് ഹൗ ഫിഷസ് സർവൈവ് ഇൻ വിന്റർ അല്ലെങ്കിൽ ഫ്രീസിങ് ഓഫ് ലേക്ക്, ഇതിന്റെ കാരണം എന്താണ് നിങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾക്ക് കാണാം പല ഇംഗ്ലീഷ് വീഡിയോസിലും, പല എങ്ങനത്തെ വീഡിയോസ്, നമ്മൾ ട്രാവൽ വീഡിയോസിലൊക്കെ ഇംഗ്ലീഷ് വീഡിയോസിലൊക്കെ കാണാം, അവരെന്താക്കുന്നുണ്ട്, ഇങ്ങനെ ഐസിന്റെ മുകളിൽ പോയി നിന്നിട്ട് ഒരു സാധനം ഇട്ട് ഇങ്ങനെ തുളയിട്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മീന് 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 അയില മത്തി ഇതൊക്കെ നിങ്ങൾ എന്താക്കുക, മീനാന്ന് കൺസിഡർ ചെയ്യുക. മീൻ ഐസിന്റെ മുകളിൽ കൂടി നടന്ന ഒരു വലിയ തുളയിട്ടിട്ട് അവരെന്താക്കണ്, നമ്മളെ കുട്ടപ്പന്മാരൊക്കെ എന്താക്കുന്നുണ്ട്, മീൻ പിടിക്കുന്ന കാണാം. എന്തുകൊണ്ട് ഐസ് മുകളിൽ മാത്രം ഫ്ലോട്ട് ആവണ്, എന്തുകൊണ്ട് മുകളിൽ മാത്രം ഫ്ലോട്ട് ആണ്, അല്ലെങ്കിൽ വിന്ററിൽ എങ്ങനെ ഈ ഐസിൽ ഇങ്ങനെ മീൻ സർവൈവ് ചെയ്യണം, എന്തുകൊണ്ട് ഇത് ലേക്ക് മൊത്തം ഐസ് ആണില്ല എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ച്, അതിനുള്ള കാരണങ്ങളൊക്കെ പഠിച്ച്. ബട്ട് അതെങ്ങനെയാന്ന് നമുക്ക് ഫിസിക്സ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തൂടെ? യെസ്, അതിലേക്ക് പോകാം. ഞാൻ എന്താക്കാം, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുക. ഒന്നുമില്ല, നമ്മൾ ടെമ്പറേച്ചറിൽ നമ്മൾ ആദ്യം ഇവിടെ 5 ഡിഗ്രി ആയി എന്ന് വെച്ചോ, അവിടെ അല്ലേ തണുപ്പ് രാജ്യങ്ങൾക്ക് ടെമ്പറേച്ചർ ഒക്കെ 5 ഡിഗ്രി ആയിരിക്കും വിന്റർ ആയിരുന്ന സമയത്ത്. അങ്ങനെയാണെങ്കിൽ ആ വെള്ളം എന്താവും, 5 ഡിഗ്രി സെൽഷ്യസ് ആവും പക്ക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സർഫസ് തണുക്കുന്നു, തണുത്തുള്ള വാട്ടർ എന്താവും, ഡെൻസിറ്റി കൂടുതലാണ്. തണുത്ത വാട്ടർ അതെന്തേക്ക് ഇങ്ങോട്ടേക്ക് വരും. സോ ചൂട് വാട്ടർ മുകളിൽ പോകും, അത് വീണ്ടും തണുക്കുന്നു, ഇങ്ങനെ വരും, ഇങ്ങനെ പോകും. ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്ത് 5 ഡിഗ്രി ആയി. അതേ സ്ഥാനത്ത് ഈ 5 ഡിഗ്രിന്ന് നേരെ 4 ഡിഗ്രി സെൽഷ്യസ് എന്തായി, അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ആയി. അങ്ങനെ വെക്കുക. ഇവിടെ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ 5 ഡിഗ്രി ആണ്, അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ 4 ഡിഗ്രി ആയി. അങ്ങനെയാണെങ്കിൽ ലേക്കിലെ ഫസ്റ്റ് ലെയർ, ഇതിപ്പോൾ ഐസ് ഒന്നും ആയിക്കില്ല കേട്ടോ, 4 ഡിഗ്രി എന്ന് പറഞ്ഞാൽ വാട്ടർ എന്നല്ല, ഐസ് ആവണേ 0 ഡിഗ്രി ആണ്. ഈ വാട്ടർ എന്താവും, 4 ഡിഗ്രി സെൽഷ്യസ് ആവും. 4 ഡിഗ്രി സെൽഷ്യസ് ആയാൽ അതിന്റെ ഡെൻസിറ്റി നോക്ക് നിങ്ങൾ, ഈ 5 ഡിഗ്രിനേക്കാളും ഡെൻസിറ്റി കൂടുതലല്ലേ. സോ 5 ഡിഗ്രിനേക്കാളും 4 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വെള്ളത്തിന് ഡെൻസിറ്റി കൂടുതലാണ്. സോ ഡെൻസിറ്റി കൂടിയ വെള്ളം അങ്ങോട്ട് പോകും, താഴേക്ക് പോകും. എന്ന് പറഞ്ഞാൽ താഴത്തെ വെള്ളം 4 ഡിഗ്രി സെൽഷ്യസ് ആയി. അപ്പോൾ ഈ വെള്ളം എന്തായി, ഇങ്ങനെ പോയി ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. 4 ഡിഗ്രി സെൽഷ്യസ് ആയ വെള്ളം താഴേക്ക് വരും, 5 ഡിഗ്രി മുകളിലേക്ക് പോകും. കാരണം ഡെൻസിറ്റി കൂടിയത് താഴേക്ക് വരുന്നു, ഡെൻസിറ്റി കുറഞ്ഞത് മുകളിലേക്ക് പോകുന്നു. സോ എന്തായി, മുകളിലേക്ക് പോയി. ആ 5 ഡിഗ്രിയും 4 ഡിഗ്രി ആയി. ഇപ്പോൾ അടുത്ത വാട്ടർ ഡ്രോപ്ലെറ്റ് മുകളിലേക്ക് പോയി 5 ഡിഗ്രി, അത് വീണ്ടും 4 ഡിഗ്രി ആയി. ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് എല്ലാ വെള്ളവും എന്താവും, 4 ഡിഗ്രി, എല്ലാ മോളിക്കൂളും 4 ഡിഗ്രി സെൽഷ്യസ് ആവും. ഇതുവരെ പക്ക അല്ലേ? പക്കാണ്. വീണ്ടും ടെമ്പറേച്ചർ ഡ്രോപ്പ് ആയി, അറ്റ്മോസ്ഫിയറിന്റെ ടെമ്പറേച്ചർ ഡ്രോപ്പ് ആയി, 3 ഡിഗ്രി സെൽഷ്യസ് ആയി. ശ്രദ്ധിച്ച് കേൾക്കട്ടോ, 3 ഡിഗ്രി സെൽഷ്യസ് ആയി. 3 ഡിഗ്രി സെൽഷ്യസ് ആയാൽ ഈ സർഫസ് എന്താവും, ഫസ്റ്റ് 3 ഡിഗ്രി സെൽഷ്യസ് ആവും. അങ്ങനെയാണെങ്കിൽ 3 ഡിഗ്രി ഓഫ് സെൽഷ്യസ് ആവുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇതാണല്ലോ 3 ഡിഗ്രി സെൽഷ്യസ്, അതിന്റെ ഡെൻസിറ്റി നിങ്ങളൊന്ന് നോക്കിയേ. 4 ഡിഗ്രിനേക്കാളും ഡെൻസിറ്റി കുറവാണ്. 4 ഡിഗ്രിനേക്കാളും ഡെൻസിറ്റി കുറവാണ് 3 ഡിഗ്രി ഡെൻസിറ്റി ഓഫ് വാട്ടറിന്. സോ ആ ഡെൻസിറ്റി കുറവാണെങ്കിൽ എന്താവും, ഡെൻസിറ്റി കൂടിയത് 4 ഡിഗ്രിക്ക് ഡെൻസിറ്റി ഇപ്പം 3 ഡിഗ്രിനേക്കാളും കൂടി. അപ്പൊ അതെന്താവും, മുകളിൽ തന്നെ നിൽക്കും. എന്ന് പറഞ്ഞാൽ അത് താഴേക്ക് പോകില്ല. ഡെൻസിറ്റി കൂടിയാലല്ലേ താഴേക്ക് പോകും. എന്തുകൊണ്ട് 4 ഡിഗ്രി സെൽഷ്യസ് ഉള്ളത് താഴേക്ക് പോയി 5 ഡിഗ്രിനേക്കാളും? സോ അതിന് ഡെൻസിറ്റി കൂടുതലാണ് 5 ഡിഗ്രിനേക്കാളും, അതുകൊണ്ടാണ് അത് താഴേക്ക് പോയത്. അതേ സ്ഥാനത്ത് 4 ഡിഗ്രി ഉള്ളപ്പോൾ 3 ഡിഗ്രി ആയ സമയത്ത് അതിന് ഡെൻസിറ്റി 4 ഡിഗ്രിനേക്കാട്ടും കുറവാണ്, അതുകൊണ്ട് മുകളിൽ നിന്ന്. നിങ്ങൾ മനസ്സിലായില്ലേ? നിങ്ങൾ ഒന്നുകൂടി ബാക്ക് അടിച്ച് ഒന്നുകൂടി കേട്ട് നോക്കുക, സിമ്പിളാണ്. അപ്പോൾ 4 ഡിഗ്രിനേക്കാളും ഡെൻസിറ്റി 3 ഡിഗ്രിക്ക് കുറവാണ്. അതെന്തുകൊണ്ട്? അപ്പോൾ അതവിടെ സ്റ്റേജ് ചെയ്ത്, അത് അനോമിലസ് ബിഹേവിയർ ആയതുകൊണ്ട് മാത്രം കേട്ടോ, അനോമിലസ് ബിഹേവിയർ വാട്ടർ ആയതുകൊണ്ട് ഇത് മുകളിൽ തന്നെ നിന്ന്. ആൻഡ് വീണ്ടും എന്തായി, 2 ഡിഗ്രി ആകുമ്പോൾ ഇതും 2 ഡിഗ്രി ആയി, 1 ഡിഗ്രി ആകുമ്പോൾ ഇത് 1 ഡിഗ്രി ആയി. അങ്ങനെ 0 ഡിഗ്രി സെൽഷ്യസ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ആയി. അങ്ങനെയാണെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസ് വാട്ടറും മുകളിലായി. 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഐസായി. മുകളിലുള്ള സാധനം ഐസായി. സോ ഐസായി. അതേ സ്ഥാനത്ത് അടിയിൽ ഐസായോ? അടിയിൽ ഐസായില്ല. എന്തുകൊണ്ട്? കാരണം മുകളിൽ തന്നെ അത് നിൽക്കണതുകൊണ്ട് അത് താഴേക്ക് പോണില്ല, 0 ഡിഗ്രിയിലേക്ക് താഴേക്ക് പോണില്ല. അതുകൊണ്ട് മീനുകൾക്കല്ല ഇതിൻ്റെ ഉള്ളിൽ തന്നെ എന്താക്കുക, നീന്തി കളിക്കുക, അതിനൊരു പ്രശ്നവും സംഭവിക്കുന്നില്ല. ഐസ് മുകളിൽ മാത്രമേ നിൽക്കൂ. ഐസായി കഴിഞ്ഞാൽ എന്താടാ, അതിന് ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. കാരണം ഐസിന് എന്ത് പ്രത്യേകത ഉണ്ട്? ഐസ് എന്താ ഫ്ലോട്ട് ചെയ്യുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞേ. ഐസിന്റെ ഡെൻസിറ്റി എന്താ? വാട്ടറിന്റെ ഡെൻസിറ്റിനേക്കാളും
കുറവാണ്, അതുകൊണ്ട് അത് മുകളിൽ തന്നെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. ഇതിനാണ് എക്സ്പ്ലനേഷൻ. ഇതിനെ നിങ്ങൾ എന്താക്കണം, ഇംഗ്ലീഷിലേക്ക് മാറ്റണം. ഞാൻ എൻ്റെതായ ഭാഷയിൽ ഞാൻ നിങ്ങൾക്ക് ഇത് ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്താക്കുക, ഇത് പഠിക്കേണ്ടവർക്ക് പഠിക്കാതെ നിങ്ങളെ ഭാഷയിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. ഇത് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്, മനസ്സിലായിട്ടുണ്ടായിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ബേക്കടിച്ച് പോയിട്ട് ഒന്നുകൂടി കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയേ ഉള്ളൂ. നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കണേ ഇല്ലടാ. സോ ഇതെന്താ നോക്കുക, നിങ്ങൾ എഴുതിയെടുക്കുന്ന ആൾക്കാർ എന്താക്കുക, വൃത്തിക്ക് എഴുതിയെടുക്കുക. When atmospheric temperature becomes 4 degree, the surface of the water become 4 degree. പറഞ്ഞത് പക്കാണ്. Its density high എന്ന് വെച്ചാൽ 4 ഡിഗ്രീന്റെ ഡെൻസിറ്റി ഹൈ ആണ്. സോ അതെന്താവും, ഇറ്റ് ഡെൻസിറ്റി ബിക്കം ഹൈ, സോ ഇറ്റ് സിങ്ക് ആൻഡ് വാം വാട്ടർ കംസ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഡിഗ്രി ആകുമ്പോൾ 5 ഡിഗ്രി ഉള്ളത് വാം വാട്ടർ എന്ന് വെച്ചാൽ 4നേക്കാളും വാമാണല്ലോ 5, അത് മുകളിലേക്ക് വരും, 4 ഡിഗ്രി താഴേക്ക് പോകുന്നതാണ് സിങ്ക് എന്ന് പറഞ്ഞത്. The process continues until all lakes become 4 degree. ഞാൻ പറഞ്ഞു അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അടുത്ത 5 ഡിഗ്രി മുകളിലോട്ട് പോകും, അടുത്ത 4 ഡിഗ്രി താഴെ വരും, 5 ഡിഗ്രി മുകളിൽ പോകും, 4 ഡിഗ്രി താഴെ വരും. അങ്ങനെ എല്ലാ ലേക്കിൻ്റെതും 4 ഡിഗ്രി ആകുന്നവരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നു. Now the temperature falls to 3 degree എന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ 3 ഡിഗ്രി ആകുമ്പോൾ ദിസ് വാട്ടർ ലെസ് ഡെൻസ് ദാൻ 4 ഡിഗ്രി വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുകളിലത്തെ വെള്ളം എന്ന് വെച്ചാൽ ഇത് 3 ഡിഗ്രി ആവുമല്ലോ, അത് 4 ഡിഗ്രീനേക്കാളും ഡെൻസിറ്റി കുറവാണ്. അതുകൊണ്ട് അതെന്താവും, സ്റ്റേസ് ഓൺ ദ സർഫസ് തന്നെ സ്റ്റേ ചെയ്യും. ഫോർ ദ ടെമ്പറേച്ചർ ഡ്രോപ്പ്, വീണ്ടും ടെമ്പറേച്ചർ കുറയുകയാണെങ്കിൽ ദ സർഫസ് ഓഫ് ദ വാട്ടർ ബിക്കം 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് വെച്ചാൽ ഈ സർഫസിലെ വെള്ളം 0 ഡിഗ്രി ആവും. ആൻഡ് ഇറ്റ്സ് ഫ്രീസസ് ഇൻ ടു ഐസ്. 0 ഡിഗ്രി ആയി കഴിഞ്ഞാൽ അതെന്താവും, അത് ഐസാവും. ആൻഡ് ഇറ്റ്സ് ഫ്ലോട്ട്, ഐസ് എന്താവും, ഡെൻസിറ്റി കുറഞ്ഞായതുകൊണ്ട് മുകളിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. വാട്ടർ ദ ബിലോ റിമെയിൻസ് ലിക്വിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ താഴത്തത് ലിക്വിഡ് ആയിട്ട് തന്നെ തുടരും. സോ അലോ ഫിഷസ് ടു സർവൈവ്. ഇത്ര മാത്രമേ ഉള്ളൂ ഇവിടെ എന്ത് അനോമിലസ് ബിഹേവിയർ ഓഫ് വാട്ടർ. അങ്ങനെ പാർട്ട് 2 നമ്മൾ എന്താക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാം പഠിച്ചിട്ട് എന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. എൻ്റെ റബ്ബേ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ട് വിചാരിക്കുന്നു. സോ എന്താക്കുക, ഇതൊക്കെ പഠിക്കുക. നമ്മൾ അടുത്ത പാർട്ട് 3 ആയിട്ട് വരും. ആ പാർട്ട് 3യിൽ തന്നെ ഈ തെർമോ പ്രോപ്പർട്ടീസ് കംപ്ലീറ്റ് ചെയ്യണം. ആൻഡ് അത് ഇനിയിപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം മാത്രമേ ഉള്ളൂ. സോ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ക്ലാസ്സൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താക്കുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക. എന്നിട്ട് അതെന്താക്കുക, കമൻറ്റ് ചെയ്യുക. ബാക്കിയൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യലോ, ഇന്നെ ഫോളോ ചെയ്യാത്തൊന്നും ഞാൻ പറയണില്ല. നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ ക്ലാസ്സിൽ എന്തെങ്കിലും മാറ്റം വരുത്തണേ അതും പറയുക. അത്ര മാത്രമേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അല്ല, പോടാ, പഠിക്കടാ. എൻ്റെ റബ്ബേ തളർന്നടാ. നന്നായി പഠിക്കട്ടോ, കാരണം ഇത് അത്ര എളുപ്പമുള്ള ചാപ്റ്ററാടാ. നന്നായി പഠിക്കുക, അത്രേ ഉള്ളൂ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.